ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തിൻ്റെ 2026 ജൂൺ മാസം 30-ാം തീയതി, അഥവാ ഈ മാസത്തിൻ്റെ അവസാന ദിവസം, രാവിലെ നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ, അതുപോലെ ചെയിൻ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ അവസാന ഫൈനൽ സെഷനായിരുന്നു ഞായർ, തിങ്കൾ, ചൊവ്വ പകൽ സമയങ്ങളിൽ. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ സമയവും, ചൊവ്വാഴ്ച നമുക്ക് 5 മണി വരെ ഉപവസിപ്പാൻ കഥാവുന്ന ഭാഗ്യത്തിനായ ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം അർപ്പിക്കുന്നു. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ദൈവവചന പഠനത്തിൻ്റെ 8ാമത്തെ ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 7 ക്ലാസ്സുകൾ നടത്തപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. 8ാമത്തെ ദിവസം നാം ദൈവവചനം പഠിക്കുമ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയം, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കുവാനും ദൈവവേനിപ്പാനും സ്വർഗം സഹായിക്കട്ടെ. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്ന നന്നായിരിക്കും. സംശയങ്ങളെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കുമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ചിലർ സംശയം ചോദിക്കുന്നുണ്ട്, അത് അതിൻ്റെ സമയത്ത് അതിനുള്ള ബന്ധത്തിൽ ആ വിഷയങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കുമെന്നും വിശേഷാൽ ഓർപ്പിക്കുന്നു. നിങ്ങൾ തുടർന്നും സംശയങ്ങൾ ചോദിക്കണം. ആരോഗ്യപരമായിരിക്കുന്ന ഒരു പഠനമായിരിക്കണം, ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഒരു പഠനമായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാതെ പറയുന്നതെല്ലാം കേട്ടിട്ട് അത് തലയാട്ടിപ്പോകുകയല്ല ചെയ്യേണ്ടത്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളോ കൂടുതലായിട്ടുള്ള അതേ സംബന്ധമായ വിശദീകരണങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ വിഷയങ്ങളെ ചോദിക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുവാനുള്ള സാവകാശവും സ്വാതന്ത്ര്യവും നമുക്ക് ഉണ്ട്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ 8ാമത്തെ ദൈവവചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ഒരു ആമുഖ പഠനം പോലെ പോയതുകൊണ്ട് അതിൻ്റെ പോയിന്റുകളൊന്നും നമുക്കൊരു പക്ഷേ വ്യക്തമാക്കി കിട്ടിക്കാണത്തില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അക്കമിട്ട് നിരത്തി എന്തൊക്കെയാണ് മരണാനന്തരം സംഭവിക്കുന്നത്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അത് നമ്മളൊന്ന് അക്കമിട്ട് നിരത്തി നാം മനസ്സിലാക്കുവാനാണ് ഇന്ന് കർത്താവ് ശരണപ്പെടുന്നത്. പൊതുവെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു, നമുക്കറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളത്. അതിനു വേണ്ടി അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർത്താവ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അന്നത്തെ ആ സാഹചര്യത്തെ വെച്ചുകൊണ്ട് ലൂക്കോസ് സുവിശേഷത്തിൽ 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ അത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയാവതരണം യേശുക്രിസ്തു സുവിശേഷം നടത്തിയിട്ടുള്ളത്. അതിനുശേഷമായി പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ എന്താണ് മരണാനന്തര ജീവിതം എങ്ങനെയായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ പൗലോസിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ആത്മാക്കളുണ്ടെന്നും അവർക്ക് വസ്ത്രം ധരിക്കുവാനും ആകാൻ ഒക്കെയുള്ള കഴിവുകളുണ്ടെന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തെ 6-ാം അധ്യായത്തെ ആധാരമാക്കി നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾ യാഗപീഠത്തിലുള്ള രക്തസാക്ഷിയുടെ ആത്മാക്കളോട് സംസാരിക്കുന്നതിനുള്ള ബന്ധത്തിൽ നമുക്കത് ഗ്രഹിപ്പാനിടയായിത്തീർന്നു. അപ്പോൾ 6-ാമത്തെ അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലും നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ചിന്തിച്ചപ്പോൾ മനുഷ്യൻ്റെ മരണാനന്തരം മനുഷ്യൻ പോയി നിദ്രയിലല്ല, ഉറങ്ങുകയല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലായി. ചില വിചാരിക്കുന്നത് ഇവിടുന്ന് പോയാൽ പിന്നെ ഡീപ്പ് സ്ലീപ്പാണെന്നാണ്. ഒരു തിരിച്ചറിവില്ലാതെ അവർ ഉറങ്ങിപ്പോവുകയാണ്. പക്ഷേ മനുഷ്യൻ്റെ ശരീരമാണ് ഉറങ്ങുന്നത്, അവൻ്റെ ദേഹി ഉറങ്ങുന്നില്ല. ശ്രദ്ധിക്കണമേ, മരിക്കുമ്പോൾ നാം ഇവിടുന്ന് കണ്ണടയ്ക്കപ്പെടുന്നു, ശരീരം നിദ്രയിലേക്ക് പോകുന്നു. ശരീരം നിദ്രയിൽ പെടും, അതാണ് നിദ്രയിലാകുന്നത്. ശരീരം അത് മണ്ണോട് ചേർന്ന് നിദ്രയിൽ അകപ്പെട്ടു, അത് അവിടെയായിത്തീരും. എന്നാൽ മനുഷ്യൻ്റെ അകത്തുള്ള ദേഹിക്കൊരിക്കലും ഉറക്കമില്ല. അതൊരിക്കലും അത് സജീവമല്ലാതായിത്തീരുന്നില്ല. എപ്പോഴും അതിനെ ചിന്തിക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി അത് റിലീസാക്കപ്പെടുകയാണ് മരണാനന്തരം സംഭവിക്കുന്നത്. അപ്പം അതേക്കുറിച്ച് പ്രധാനപ്പെട്ട 10 പോയിന്റുകൾ ഇന്ന് രാത്രിയിൽ പ്രാരംഭത്തിൽ ഞാനത് ഒന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ രത്നച്ചുരുക്കമായിട്ട് അത് മനസ്സിലാക്കി പോകുന്നത് നമുക്ക് വീണ്ടും ഇത് സംബന്ധമായുള്ള സംശയങ്ങൾ നിവാരണം ചെയ്യുവാൻ സാധ്യതയുള്ളൂ, നമുക്ക് സഹായമായതുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളെ ഒന്ന് വേഗത്തിൽ ഞാൻ പറയാം. 10 പോയിന്റുകൾ. 1, മരണാനന്തരം താമസമിന
അകത്തെ മനുഷ്യനാകുന്ന ദേഹിയെ ദൂതന്മാർ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മരണനിരയിലേക്ക് അപ്പോൾ തന്നെ കൊണ്ടുപോകും. അതിന് ഇവിടെ ഒരു തടസ്സമില്ല. അത് ഭാവിയാണോ വിശുദ്ധനാണോ എന്നുള്ളതുമില്ല. ഏത് മനുഷ്യാത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് അകത്തെ മനുഷ്യൻ വെളിയിൽ വരുമോ, ഈ കൂടാരം പൊളിഞ്ഞ് വെളിയിൽ വരുന്ന ആ നിമിഷം തന്നെ ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവർക്ക് കൊണ്ടുപോകേണ്ടുന്ന അവരെ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് താമസമിന ഞൊടിയിടയ്ക്കുള്ളിൽ അവരെയും കൊണ്ട് ആ സ്ഥലത്തേക്ക് ദൂതന്മാർ കൊണ്ടുപോകും. മനുഷ്യാത്മാവ് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. അവരെ വിചാരണ തടവുകാരായി കൊണ്ടുപോയാലും അതല്ല ആശ്വാസം പ്രാപിക്കുന്ന വിശുദ്ധന്മാർ മരിച്ചാലും അവരെ കൊണ്ടുപോകുവാൻ വേണ്ടി ദൈവം ഇവിടെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവരാണ് അവരെ സ്ഥലത്തേക്ക് കൊണ്ടുതന്നെ 40 ദിവസമായിട്ട് യാതൊരു ബന്ധമില്ല. ചിലർ വിശ്വസിക്കുന്നത് പോലെ 40 ദിവസം വരെ ഇവിടെ ആത്മാവ് പരതി നടക്കും. അതിനുശേഷം 40ാമത്തെ ദിവസമാണ് ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നൊക്കെയുള്ള തെറ്റായ ചിന്തകളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒരു പഠിപ്പീര് ബൈബിളിൽ ഇല്ല. മരിക്കുന്ന സമയം തന്നെ ഇവിടുന്ന് ആത്മാവിനെ ദൂതന്മാരാണ് കൊണ്ടുപോകുന്നത്. അത് ആത്മാവ് ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. സഞ്ചരിക്കുവാൻ വേണ്ടി അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഏത് നിലവാരത്തിലേക്ക് എത്തണമെന്ന് ദൈവം നിശ്ചയിച്ചിരിക്കുന്നുവോ, ദൈവം ആജ്ഞാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ദൂതന്മാർ അപ്പോൾ തന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിൻ്റെ ഞാൻ പറഞ്ഞാൽ മരണാനന്തരം താമസമില്ല. അകത്തെ മനുഷ്യൻ ദൂതന്മാർ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന നിലയിലേക്ക് നാം കൊണ്ടുപോകും. ഇതാണ് പ്രാരംഭത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അലഞ്ഞു തിരിയത്തില്ല. ഒരൊറ്റ മനുഷ്യാത്മാവ് പോലും ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നില്ല. ഒരൊറ്റ മനുഷ്യാത്മാവ് പോലും മരണാനന്തരം ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നില്ല. അവരെ ദൈവം ആക്കി വയ്ക്കുവാൻ വെച്ചിരിക്കുന്ന നിരകളിലേക്ക് അപ്പോൾ തന്നെ അവർ മാറ്റപ്പെടുന്നു എന്നതാണ് മരണാനന്തര ദൈവത്തെക്കുറിച്ച് നമ്മൾ പ്രഥമമായി മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, തികഞ്ഞ ബോധമുണ്ടായിരിക്കും. ഇവിടുന്ന് പോകുമ്പോൾ അപബോധ മനസ്സിലല്ല പോകുന്നത്. ബോധമില്ലാത്തവരായിട്ടല്ല ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത്. നല്ല ബോധത്തോടു കൂടിയായിരിക്കും ഇവിടുന്ന് മനുഷ്യാത്മാക്കൾ ഡിപ്പാർട്ട് ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ അവർക്ക് നല്ല ബോധമുണ്ടായിരിക്കും. ഏത് മനുഷ്യൻ ഇവിടുന്ന് മരിച്ചിട്ട് എത്ര വർഷം ബോധമില്ലാതെ കിടന്നാലും ഇവിടുന്ന് ശരീരം വിട്ടുമാറുന്ന സമയത്ത് സുബോധത്തോടെ അല്ലെങ്കിൽ തികഞ്ഞ ബോധത്തോടെ ആയിരിക്കും അകത്തെ മനുഷ്യൻ ഇവിടുന്ന് യാത്ര പറയുന്നത്. അതുകൊണ്ട് വർഷങ്ങളായി ബോധമില്ലാതെ കിടന്നാലും മരിക്കുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിടിയുന്ന സമയത്ത് തികഞ്ഞ ബോധത്തോടുകയായിരിക്കും ഇവിടുന്ന് വേർപിരിയുന്നത്. അതേക്കുറിച്ച് ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കർത്താവ് പറഞ്ഞ ഭൂമി എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ തികഞ്ഞ ബോധമുണ്ടായിരിക്കും. ഇപ്പം മരിക്കുന്ന ഒരാളുടെ അടുത്ത് പോയി നമ്മൾ വിചാരിക്കുന്നത് ഇവിടുന്ന് കേൾക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസാരിക്കരുത്. ഒരു മനുഷ്യൻ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന സകല മനുഷ്യരെക്കുറിച്ചും സകല കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഉൾബോധം അവർക്കുണ്ട്. അവർ ആ ശരീരത്തിൽ നിന്ന് വിട്ടകലുന്ന സമയത്ത് അതെല്ലാം മനസ്സിലാക്കി ഗ്രഹിച്ചിട്ടാണ് അവർ ഇവിടുന്ന് യാത്ര തിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ കർത്താവ് വരുന്നതിന് മുമ്പ് നാം മരിക്കുകയാണെങ്കിൽ സുബോധത്തോടു കൂടിയായിരിക്കും ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നത്. ഞാൻ പറഞ്ഞത് മദ്യപിച്ച് മരിക്കാൻ വേണ്ടി കിടന്നാലും ഏതെല്ലാം വിധത്തിൽ ഡ്രഗ്സ് അടിച്ച് അല്ലെങ്കിൽ സുബോധമില്ലാത്ത രീതിയിലുള്ള മരുന്ന് കഴിച്ചാൽ മരിക്കുന്നെങ്കിലും അങ്ങനെ മരിച്ചാൽ പോലും മരണാനന്തരം അകത്തെ മനുഷ്യൻ ബോധമുള്ളവനായിട്ടായിരിക്കും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ആശ്വാസത്തിലേക്കോ അല്ലെങ്കിൽ യാതനയിലേക്കോ ആണോ മനുഷ്യാത്മാക്കൾ തള്ളപ്പെടുന്നത്? ആശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ യാതനയിലേക്കാണ് തള്ളപ്പെടുന്നത്. അപ്പോൾ ഒന്നുകിൽ ആശ്വാസത്തിലേക്ക് ആ നിരകളിലേക്ക് മാറ്റപ്പെടും, അതല്ലെങ്കിൽ തള്ളപ്പെടുന്നത് യാതനയിലേക്കും കഠിന യാതനയിലേക്കുമായിരിക്കും. മരിക്കുന്ന അപ്പോൾ തന്നെ ഒരു മനുഷ്യനെ പോലും ദൈവം സിംഹാസനത്തിൽ ഇരുത്തത്തില്ല. മരിക്കുന്ന അപ്പോൾ തന്നെ ഒരു മനുഷ്യനെ പോലും നിത്യനരകാഗ്നിയിലും തള്ളിക്കളയുന്നില്ല. അതിനെല്ലാം സമയം വെച്ചിട്ടുണ്ട്. മനുഷ്യൻ മരിക്കുമ്പോൾ അകത്തെ മനുഷ്യനെ ദൈവം ഒരിക്കലും സിംഹാസനത്തിരുത്താൻ സ്വർഗാസ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. അതുപോലെ തന്നെ അകത്തെ മനുഷ്യനെ നിത്യ നരകാഗ്നിയിലേക്കും തള്ളിക്കളയത്തില്ല. അത് ചെയ്യണമെങ്കിൽ പുനരുത്ഥാന ശരീരങ്ങളോട് കൂടിയോ അല്ലെങ്കിൽ
ഈ ഏതെങ്കിലും ഒരു ശരീരത്തോട് ജീവനോടെ നിത്യനരകാഗ്നി തള്ളിക്കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരീരം കൂടാതെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ അകത്തെ മനുഷ്യൻ ആയിട്ട് സ്വർഗീയ സ്വർഗാസുഖത്തിലേക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ അകത്തെ മനുഷ്യൻ ആത്മാവ് ഒരിക്കൽ നിത്യനരകാഗ്നിയിലേക്കും തള്ളപ്പെടുന്നില്ല. ഇവിടെ ഈ ധനവാൻ കിടന്ന് ഞാൻ കടൽ യാതന അനുഭവിക്കുക, ജാലിയിൽ കിടക്കുന്നൊക്കെ പറഞ്ഞ് തീ കിടക്കുന്നല്ല അവൻ പറഞ്ഞത്. അതുകൊണ്ടാണ് വചനത്തിൻ്റെ അത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഞാൻ ഈ ജാലിയിൽ കിടന്ന് ആ വേദന അനുഭവിക്കുന്ന പറഞ്ഞ് കൃത്യതയാണ് പറഞ്ഞത്. അവിടെ നുണയല്ല അവൻ പറഞ്ഞത്, ബോഷ്കല്ല. ഭൂമിയിലെ ബോഷ്കൊക്കെ പറയാൻ പറ്റുള്ളൂ, ഇവിടെ കിടന്ന് പറയാൻ പറ്റുമോ? അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ നുണയൊന്നും പറയാൻ പറ്റത്തില്ല, ഉള്ളതുപോലെ പറയും. നമ്മൾ പറഞ്ഞ ജാലിയിൽ കിടക്കുകയാണ്, തീയിൽ കിടക്കുക എന്ന് പറഞ്ഞെങ്കിൽ തെറ്റിപ്പോയത്. തീയല്ല, വ്യാഖ്യാനിച്ച് തെറ്റിക്കരുത്. അപ്പോൾ തീയിലല്ല കിടക്കുന്നത്, അഗ്നിത്തീയിലല്ല പോയിരിക്കുന്നത്, തീയിൽ നിന്ന് ഉയരുന്ന ജാലയിൽ മാത്രമാണ് കിടക്കുന്നത്. നരകത്തിലും മീതിയുള്ള മതമപാതാളത്തിലും അതുപോലെ നരകമാകുന്ന മരണത്തിലും ജ്വാലയുണ്ട്, തീയുടെ ജ്വാലയുണ്ട്. നരകാഗ്നിയിൽ നിന്നുള്ള തീ കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ്, ഒരിക്കലും കെടാത്ത തീ. ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് നടിക്കുന്ന തീയുടെ ജ്വാല മാത്രമേ എത്തുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം മരണാനന്തരം ഉടൻ തന്നെ ഒരു മനുഷ്യൻ പോലും നരകാഗ്നിയിലേക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ സ്വർഗാസ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് വചനത്തിലൂടെ ഗ്രഹിക്കാൻ സാധിക്കുന്നു. നാലാമത്തെ കാര്യം, പരസ്പരം കണ്ട് മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ്. പരസ്പരം കണ്ട് മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും സാധിക്കും. എൻ്റെ അർത്ഥം ഇവിടം കൊണ്ട് സംസാരം തീർന്നു പോകത്തില്ല, ഇവിടം കൊണ്ട് പരിചയപ്പെടൽ തീർന്നു പോകത്തില്ല, ഇവിടം കൊണ്ട് സംസാരം അവസാനിക്കത്തില്ല. അതാണ് നമുക്ക് മനസ്സിലായി. ഇവിടം കൊണ്ട് തീർന്നു പോകത്തില്ല, അതുകൊണ്ട് ഇനി ഒരിക്കലും സംസാരിക്കത്തില്ലെന്നോ കാണത്തില്ലെന്നോ അല്ല. നമ്മുടെ ആ മണ്ഡലം മാറുകയാണ്. ഭൗമിക മണ്ഡലത്തിൽ നിന്ന് ഈ മരണാനന്തര മണ്ഡലത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ അതിനനുസരിച്ച ഒരു പ്രകൃതി അല്ലെങ്കിൽ ഒരു രൂപമാണ് മനുഷ്യനിൽ, അകത്തെ മനുഷ്യനുള്ളത്. അതിന് സംസാരിക്കാൻ കഴിയും, അതിനെ ചിന്തിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും, ഓർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ പരസ്പരം കണ്ട് മനസ്സിലാക്കുവാൻ ഒക്കെ സാധിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും മരണാനന്തരം എന്നുള്ളത്. അഞ്ചാമത്തെ കാര്യം, വിശപ്പും ദാഹവും സംതൃപ്തിയോ അതുപോലെ തന്നെ വേദനയോ ഒക്കെ അനുഭവിക്കാനുള്ള അവസ്ഥയിലായിരിക്കും മരണാനന്തരം എന്നുള്ളത്. ഒന്നെങ്കിൽ തൃപ്തിയോടെ ആശ്വാസത്തോടെ ആയിരിക്കാം, അതല്ലെങ്കിൽ വിശപ്പും ദാഹവും വേദനയും ഒക്കെ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആണ് മാറ്റപ്പെടുന്നത്. അപ്പോൾ അതിനും ഈ അകത്തുള്ള മനുഷ്യനെ ഇത് മരണാനന്തരം അവൻ അനുഭവിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് ദൈവം വിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിട പറയുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുന്ന ഇന്നിപ്പോൾ ഈ നിമിഷമാണ് ഞാൻ ഇവിടുന്ന് ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നെങ്കിൽ ഇന്ന് വരെ നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് എനിക്കുണ്ടായിരിക്കും. അതിനുശേഷം ഭൂമിയിൽ നടക്കുന്ന, സൂര്യനിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ ഓർമ്മ വിട്ടുപോകുന്നു എന്നതിൻ്റെ അർത്ഥം പിന്നീട് നമുക്ക് ഓർക്കാൻ കഴിയത്തില്ല, അന്ന് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് അതാണ് ആറാമത്തെ കാര്യം, വിട പറയുന്ന വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കും. അപ്പം അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ടറിവ് കിട്ടത്തില്ല, പക്ഷേ അവിടെ എത്തിച്ചേരുന്നവർ സംസാരിക്കുന്നതിൽ നിന്ന് നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയും. പിന്നെയും ആൾക്കാർ വന്നു ചേരുമല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ചെല്ലുമ്പോൾ അവിടെ മനസ്സിലാകും ഇന്നയാൾ വരുന്നു, അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സാഹചര്യമുള്ളതാണ് മരണാനന്തര ജീവിതം എന്നുള്ളത്. അതിൻ്റെ ഏഴാമത്തെ കാര്യം, ലാഭനഷ്ടങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള അറിവുണ്ടായിരിക്കും. ജീവിതം ലാഭമായിരുന്നോ, ജീവിതം നഷ്ടമായിരുന്നോ, ഇനി വരാൻ പോകുന്ന ഭാവി ശുഭകരമാണോ, അതോ അതികഠിനമായിരിക്കുന്ന ന്യായവിധിയിലൂടെ അകപ്പെട്ട് നിത്യദണ്ഡനത്തിലേക്ക് പോകണമോ എന്നുള്ള അറിവ് കിട്ടിയിരിക്കും. ലാഭനഷ്ടങ്ങളെക്കുറിച്ച് ഉള്ള ചിന്ത, ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഏഴാമത്തെ കാര്യം അതാണ്. അവനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവന് നഷ്ടബോധമുണ്ടായി, മാനസാന്തരപ്പെടാൻ കഴിയാതെ പോയ നഷ്ടബോധമുണ്ടായി. എന്നാൽ അബ്രഹാമിൻ്റെ മടിയിരിക്കുന്ന ആ ദരിദ്രനായിരുന്ന ലാസറിന് അവൻ്റെ ലാഭമാണ് ഉണ്ടായിരുന്നത്. അവൻ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുക, ഞാൻ കഷ്ടപ്പെട്ടതും വിഷമിച്ചതും
നായ്ക്കൾ വന്ന് നക്കിയപ്പോൾ ഒന്നും ജീവിതം ഇല്ലാതാക്കാതെ ആത്മഹത്യ ചെയ്യാതെ ജീവിതം കാത്തു സൂക്ഷിച്ചതിൽ അവനത് വിചാരിക്കുക ലാഭമായിരുന്നു. അപ്പോൾ ലാഭനഷ്ടങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള അറിവ് മരണാനന്തരം അകത്തെ മനുഷ്യനാകുന്ന ആത്മാവിനുണ്ടായിരിക്കും. എട്ടാമത്തെ കാര്യമായിട്ട് നാം ചിന്തിക്കുന്നത് വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ നഗ്നനായിട്ട് ഇരിക്കുകയോ ചെയ്യുന്ന അനുഭവം ഉണ്ടായിരിക്കും. അവിടെ എത്തുമ്പോഴും നീതിമാന്മാർ വിശുദ്ധന്മാർക്ക് തക്ക യോഗ്യമായിരിക്കുന്ന വസ്ത്രം ഉണ്ടായിരിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തെ അധികരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനുള്ള തക്കതായിരിക്കുന്ന വസ്ത്രം ഉണ്ടായിരിക്കും. എന്നാൽ നരകത്തിലേക്കും പാതാളത്തിലേക്കും തള്ളപ്പെടുന്നവർ നഗ്നരായിരിക്കും. അവർക്ക് തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പുനരുത്ഥാനത്തിന് മുമ്പായി തന്നെ അവർക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു നിഴലായിട്ടുള്ളത് അവരെ ധരിപ്പിച്ചിരിക്കും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ ഓരോരുത്തർക്കും വെള്ള നിലയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞത്. വെള്ള നിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെള്ള കാണിക്കുന്നത് പുനരുത്ഥാനത്തെയാണ്. പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലുള്ള വസ്ത്രത്തെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വസ്ത്രത, ഇപ്പം നഗ്നരായിട്ടല്ല വിശുദ്ധന്മാർ മരണാനന്തരം കാണപ്പെടുന്നത്. അവർക്ക് ധരിക്കാനുള്ള വസ്ത്രമുണ്ടായിരിക്കും. എന്നാൽ പാപം ചെയ്യുന്നവർ അവർ നഗ്നരായിരിക്കും. അവർ പുനരുത്ഥാനം ചെയ്യുമ്പോൾ നഗ്നരായിട്ടാണ്, ലജ്ജയോടുകൂടിയാണ് അവർ പുനരുത്ഥാനം പ്രാപിക്കുന്നത്. അപ്പോൾ ഈ അകത്തെ മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള ഒരു ശരീരമാണ് പുനരുത്ഥാനത്തിൽ പ്രാപിക്കാൻ പോകുന്നത്. എന്താണോ അകത്തെ മനുഷ്യൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത് അതോടുകൂടിയായിരിക്കും പുനരുത്ഥാനത്തിൽ ശരീരത്തോടുകൂടി ആ നിത്യതയിലേക്കുള്ള ശരീരത്തോടുകൂടി വെളിയിൽ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മാറ്റപ്പെടുന്ന ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആവി പോലെയുള്ളൊരു കാര്യമല്ല. അതിനൊരു അവസ്ഥയുണ്ട്, അതിനൊരു രൂപമുണ്ട്. അതിനെ ധരിക്കാനും കഴിക്കാനും സംസാരിപ്പാനും ഇടപഴകാനും ഒക്കെയുള്ള ഒരു രൂപം ഉണ്ടായിരിക്കും എന്നുള്ളത് ദൈവനം വ്യക്തത നൽകുന്നു. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പരസ്പരം സംസാരിക്കാനുള്ള ഭാഷ ഉണ്ടായിരിക്കും. അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പരസ്പരം സംസാരിക്കുന്ന ഭാഷ ഉണ്ടായിരിക്കും. ഏത് ഭാഷയാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതിന് ഇവിടെ വ്യക്തത പറഞ്ഞിട്ടില്ല. പക്ഷേ താഴെയുള്ള പാതാളത്തിൽ ഉണ്ടായിരുന്നവർ മീതെയുള്ള പാതാളത്തിലുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നു, അവർ സംസാരിച്ചിരുന്നു, ഇടപെട്ടിരുന്നു. അപ്പോൾ ഒരു സംസാര ഭാഷയുണ്ട്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്നവർ, ഭൂമിയിൽ ദൈവത്തോട് സംസാരിക്കുന്നവർ, ശ്രദ്ധിക്കണമേ, ഭൂമിയിൽ ദൈവത്തോട് സംസാരിക്കുന്നവർക്ക് അവർക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന ഭാഷ ഉണ്ടായിരിക്കും. അതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. പൗലോസ് പറഞ്ഞു, മനുഷ്യർക്ക് ഉച്ചരിച്ചുകൂടാൻ കഴിയാത്ത വാക്കുകൾ ഞാൻ അവിടെ കേട്ടു. അതിൻ്റെ അർത്ഥം, ഇവിടെ മനുഷ്യർ നമ്മൾ ദൈവത്തോട് അന്യമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഇത് ഇവിടുന്ന് ദൈവത്തോട് സംസാരിക്കുന്നവരുടെ സംസാരം നിന്നു പോകുന്നില്ല. ഹാവേൽ ഇന്നും വിശ്വാസത്താൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അബ്രഹാം സംസാരിക്കുന്നു, ഇസഹാക്ക് സംസാരിക്കുന്നു, യാക്കോബ് സംസാരിക്കുന്നു. അതുപോലെ ഞാനും നിങ്ങളും സംസാരിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് അന്യഭാഷയോടെ ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോൾ നാം മാറ്റപ്പെട്ട ശേഷമായി നമുക്ക് ആരാധനയോടെ അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു സ്വർഗീയ ഭാഷ ലഭിച്ചിരിക്കും. എന്നാൽ ദൈവമായിട്ട് സംസാരിക്കാത്തവർക്ക് പൊതുവായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടായിരിക്കും എന്നുള്ളതും ദൈവം നമുക്ക് വ്യക്തത നൽകുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചത്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്ന ഇത്രയും ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി അധികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വെറുതെ എൻ്റെ സാങ്കല്പികതകളിൽ നിന്ന് എടുത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര ഞാൻ പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചും വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയും അപ്പോസ്തലനായ പൗലോസ് എടുക്കപ്പെട്ടപ്പോൾ സംസാരിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ അത് 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയുമാണ്. അപ്പോൾ ഓരോരുത്തരും താൻ്റെ നിരയിലേക്കാണ് പ്രവേശിക്കപ്പെടുന്നുള്ളതും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 10 പോയിന്റുകളാണ് മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമാക്കി തന്നിരിക്കുന്നത്. അത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. അതല്ലാതെ വേദപുസ്തക തെളിവില്ലാതെ എന്തെങ്കിലും പറയുകയല്ല. നിങ്ങളിനി ഒന്നുകൂടി ഇതെല്ലാം ഉണ്ടോ എന്നുള്ളത്
സംശയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങൾ ദയവായിട്ടൊന്ന് വായിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ സമയത്ത് വായിച്ച് ചിന്തിച്ചിരുന്നു. എന്നാൽ അത് ആവർത്തിക്കുവാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും ദയവായിട്ട് അങ്ങനെയുള്ളവർ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതുപോലെ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ അതിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ ഈ പറയുന്ന 3 ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 10 പോയിന്റുകൾ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് കൂടുതലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഈ 10 കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ടുള്ള വചനങ്ങളാണ്. അപ്പോൾ മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മരണാനന്തരം സംഭവിക്കുന്ന അകത്തെ ഒരു മനുഷ്യനുണ്ടെന്നും അത് ദേഹിയാണെന്നും ദേഹമേ ഇവിടെ നിദ്രാവസ്ഥയിൽ പോകുന്നുള്ളൂ, ദേഹി ഉറക്കത്തിലേക്കല്ല പോകുന്നത്, ദേഹിക്ക് മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും ഒരു സുബോധത്തോടുമാണ് കടന്നു പോകുന്നത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള നിത്യതയുള്ള ബന്ധത്തിലുള്ള ജീവിതത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യുമ്പോൾ ഏത് നിലയിലേക്കായിരിക്കും, എവിടെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നത് അവിടെയാണ്. അവിടെ ലാഭനഷ്ടങ്ങൾ ഭാവിയെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലും ഒന്നും അവിടെ നേടാൻ ഇനി കഴിയത്തില്ല എന്നുള്ളതും ഒരു പോയിന്റാണ്. മരണാനന്തരം മരിച്ച ശേഷമായി ആത്മാക്കൾക്ക് പിന്നീട് അവിടെ പോയതിനു ശേഷമായി നിരകൾ മാറാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയത്നിച്ച് നേടാനോ മാനസാന്തരപ്പെടാത്തവർക്ക് മാനസാന്തരപ്പെടാനോ അങ്ങനെയുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളതും വേദപുസ്തകം വചനത്തിൻ്റെ തെളിവിലൂടെ മനസ്സിലാക്കിയപ്പോൾ ശ്വാസം വിടുന്നത് വരെ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് മടങ്ങി വരുവാൻ. ശ്വാസം വിടുന്നത് വരെ നമുക്ക് ദൈവം തന്നിട്ടുണ്ട് വളർച്ച പ്രാപിക്കുവാൻ. ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നത് വരെയുള്ളൂ അതിനുള്ള സാവകാശം. അത് കഴിഞ്ഞാൽ അതിനുള്ള സാവകാശമില്ല. പിന്നെ അവിടെ പോയി ദുഃഖിച്ചിരിക്കേണ്ടി വരും. എന്നാൽ ഇവിടുന്ന് നേടിയിട്ടാ പോകുന്നെങ്കിൽ സന്തോഷിപ്പാൻ ഇടയായിത്തീരും. നമുക്കറിയാമല്ലോ, ഇവിടെ നല്ല LIC പോളിസിയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, രോഗം വന്നാലും പ്രശ്നമൊന്നുമില്ല. നല്ല ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി ചികിത്സിക്കാൻ കുഴപ്പമൊന്നുമില്ല, അവർക്ക് വലിയ പ്രശ്നമില്ല, ആദിയില്ല. രോഗം വന്നാൽ കുഴപ്പമില്ല, ചികിത്സിക്കാമെന്നുള്ളതുണ്ട്. ഒന്നുമില്ലാത്തവനാ രോഗം വരുമ്പോൾ പേടിയുള്ളത്. അങ്ങനെ ഇവിടെ നമ്മുടെ താൽക്കാലിക ജീവിതത്തെ നമ്മൾ വെൽ സെറ്റിൽഡ് ആക്കി വെക്കാറുണ്ട്. നാം എല്ലാം ചെയ്തു വെക്കാറുണ്ട്. വേണമെങ്കിൽ രോഗം വന്നാൽ ചികിത്സിക്കാം, അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം കിട്ടും, അല്ലെങ്കിൽ തലമുറയ്ക്ക് കരുതി വെക്കാനൊക്കെയുള്ള പല മാധ്യമങ്ങളും പല ഇൻഷുറൻസുകളും പല രീതിയിലുള്ള ഡെപ്പോസിറ്റുകളും പലതും നമുക്ക് ഇവിടുത്തെ ലോകത്തിൽ വേണ്ടി നമുക്ക് ചെയ്തു വെക്കാൻ, തലമുറയ്ക്ക് വേണ്ടി ചെയ്തു വെക്കാൻ സാധിക്കും. എന്നാൽ നാം ചെയ്തു വെക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വരുംകാലത്തേക്കൊരു അടിസ്ഥാനം ഇട്ടിരിക്കണം. അത് ഏറ്റവും ശുഭകരമായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം. അതായിരിക്കും നിലനിൽക്കുന്നത്. ബാക്കിയുള്ളത് വേണ്ടെന്നല്ല, അതെല്ലാം നമുക്ക് ആവശ്യമാണ്. അത് ആവശ്യമാണ്. ഒരു കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ പോളിസി ഒന്നും വേണ്ട, LIC ഒന്നും വേണ്ട, ഇൻഷുറൻസ് ഒന്നും വേണ്ട എന്ന് ഞാൻ ചിന്തിച്ചിരുന്ന ദൈവത്തിലല്ല നിൽക്കുന്നത്. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി. ഇന്ന് ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഈ ലോകത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നാം അതിനെ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ, രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പഴയ പോലുള്ള കാര്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാതെ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാറ്റങ്ങൾ വേണം. ഞാൻ പറഞ്ഞത് ഇവിടെ ലോകത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ അതിനപ്പുറമായി നമ്മുടെ അകത്തെ മനുഷ്യനെ കുറിച്ചുള്ള ആ കാര്യത്തിലായിരിക്കണം വളരെ ശ്രദ്ധാശ്രദ്ധക്കളായിരിക്കേണ്ടത്. അത് നമ്മൾ മുടക്കിക്കളയരുത്. അതെന്നും നാം നിക്ഷേപിക്കുന്നവരായിരിക്കണം. അവിടെ നിക്ഷേപിച്ചാൽ അതൊരിക്കലും കുറവ് വരത്തില്ല, വർദ്ധിച്ചു വരും. ദൈവം നമ്മുടെ സമാധാനം വർദ്ധിക്കും, വിശ്വാസം വർദ്ധിക്കും, പ്രത്യാശ വർദ്ധിക്കും, നമ്മുടെ തേജസ് വർദ്ധിക്കും. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുവാൻ സാധിക്കും. അതുകൊണ്ട് സ്വർഗീയമായ നിക്ഷേപം ഉണ്ടായിരിക്കണം. ഭൗതികമായ നിക്ഷേപം നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ വിഷമിക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ബുദ്ധിയും വിവേകവും പരിജ്ഞാനമുള്ളവരായിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. എന്നാൽ ഇത് കൂടാതെ മരണാനന്തരത്തിന് ശേഷമായി മനുഷ്യാത്മാക്കൾ ഭൂമിയിൽ വരുമോ ഇല്ലയോ എന്നുള്ള സംശയം പലർക്കുമുണ്ട്. പക്ഷെ അതിന് പലപ്പോഴും എടുത്ത് പറയുന്ന ഒരു ഭാഗം സംശയം ഉളവാക്കുന്നതാണ്. അത് വായിച്ചാൽ വളരെയധികം സംശയങ്ങൾ ഉളവാക്കും. അതുകൊണ്ട് ആ ഭാഗത്തിൻ്റെ ഒരു വിശകലനം ഈ രാത്രിയിൽ ആവശ്യമാണ്. ഇപ്പം നമ്മൾ പഠിപ്പിച്ചു, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം അയക്കുന്ന സ്ഥലത്തേക്ക് അവിടെ എത്തിച്ചേരും. അവിടുന്ന് അബ്രഹാം തന്നെ പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങോട്ടും ഇല്ല, ഇവിടുന്ന് ഇങ്ങോട്ടും ഇല്ല, സഞ്ചാരമൊന്നുമില്ല. എവിടെയാണോ എത്തപ്പെട്ടത് അവിടെയാണ് ഇനി ദൈവത്തിൻ്റെ
പരിപാടിയിൽ മാത്രമേ യാത്രയുള്ളൂ. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത് സകല മനുഷ്യനും മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. എൻ്റെ അർത്ഥം ദുഷ്ടനും മരിച്ച ദൈവത്തിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നല്ല എൻ്റെ അർത്ഥം. എല്ലാ മനുഷ്യനും മരിക്കുമ്പോൾ സാത്താൻ്റെ അധീനതയിലേക്കല്ല പോകുന്നത്, ദൈവത്തിൻ്റെ അധീനതയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് മണ്ണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ, അഥവാ നരകത്തിൻ്റെയും പാതാളത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ടെന്ന് യേശു പറഞ്ഞത്. സകല മനുഷ്യരും എവിടെ പോകണമെന്നും സകല മനുഷ്യരും ദൈവത്തിനോടാണ് കണക്ക് പറയേണ്ടത്. സകല മനുഷ്യാത്മാക്കളും സകല മനുഷ്യരും കണക്ക് ബോധിപ്പിക്കേണ്ടത് ദൈവത്തോടാണ്. അതുകൊണ്ട് മരണാനന്തരം ഇവിടെ ഭൂമിയിൽ സാത്താൻ കൊണ്ട് നടക്കും, അവനിഷ്ടമൊക്കെ ചെയ്തു കഴിയും. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ അവനൊരു സ്വാധീനതയുമില്ല എന്നുള്ളത് ഓർത്തുകൊള്ളണം. മരിച്ചു കഴിയുമ്പോൾ സാത്താനൊരു സ്വാധീനതയുമില്ല. ദൈവം പറയുന്ന സ്ഥലത്ത് നീ മൗനതയിലേക്ക് പോകും, യാതനയിലേക്ക് പോകും. നിന്നെ ഇവിടെ കൊണ്ടുപോയി നടക്കുന്ന ലോകത്തിൻ്റെ ദൈവങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. അവരും വലിയ ആ അതിഭീകരമായിരിക്കുന്ന ഭയാനകത കണ്ടുകൊണ്ട് അവരും ഭയപ്പെട്ട് നടന്നാണ് മനുഷ്യനെ വഞ്ചിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരൂപ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ, നീ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിന്നെ ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയത്തില്ല. മരണാനന്തരം നിന്റെ വീട്ടിലുള്ളവർക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. എല്ലാവരും കൂടി പ്രാർത്ഥിച്ചാൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരത്തില്ല. എന്തെല്ലാം കാര്യങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്താലും അതുകൊണ്ടും ഒരു മാറ്റം വരുത്തുകയില്ല. എന്തിനേറെ പറയുന്നു, ലോകത്തിന്റെ ദൈവമാകുന്ന പിശാചിന് പോലും നിന്റെ മേൽ സ്വാധീനം ഉണ്ടായിരിക്കത്തില്ല. ദൈവം അയക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ദൈവം വെച്ചിരിക്കുന്ന വിചാരണയുടെ തടവുവരെയും ഇരിക്കേണ്ടതായിട്ട് വരും. മരണത്തെയും പാതാളത്തെയും ന്യായം വിധിച്ച് തള്ളിക്കളയുന്ന ഒടുക്കത്തെ നാളിൽ നടക്കുന്ന പുനരുത്ഥാനം വരെ അവിടെ ഇരിക്കേണ്ടതായിട്ട് വരും. ഒരു മാറ്റവും കാണത്തില്ല. നിത്യനരകാഗ്നിയുടെ ഭീതി പിടിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും. ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ സഹായിക്കുവാനുള്ള സമയമുണ്ട്. പരസ്പരം പ്രാർത്ഥിക്കാൻ, പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം കൈത്താങ്ങുവാൻ ഒക്കെയുള്ള സമയമുണ്ട്. നമ്മുടെ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിനക്കെപ്പോഴും സന്തോഷമുണ്ടായിരിക്കും. നമുക്കെപ്പോഴും ദൈവമായി കൂട്ടായ്മ ഉണ്ടായിരിക്കും. ഈ ലോകത്തിൻ്റെ ദൈവം നിനക്ക് വലിയ കമ്പനി തരും. നിന്നെ കൊണ്ടു നടക്കും, മ്ലേച്ഛത ചെയ്യിപ്പിക്കും, പാവം ചെയ്യിപ്പിക്കും, മദ്യപാനിയാക്കും, മയക്കുമരുന്ന് അടിമയാക്കും, നിന്നെക്കൊണ്ട് സകല മ്ലേച്ഛതകളും ചെയ്യിപ്പിക്കും. അവസാനം നിന്റെ ആത്മാവ് രോഗാരൂഢമായി മനുഷ്യ പാപം കൊണ്ട് കെട്ടപ്പെട്ടവനായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ അഴിച്ചെടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിത്യനരകാഗ്നിയിലേക്ക് തള്ളപ്പെടും. അതുകൊണ്ട് ഈ സമയങ്ങളിലാണ് നമുക്ക് മനസ്സാക്ഷിയോടെ മാനസാന്തരപ്പെട്ട് ദൈവപ്രകാരം ജീവിച്ച് കർത്താവിനെ അനുധാവനം ചെയ്യാനുള്ള സമയമുള്ളതെന്നുള്ളതാണ് ഈ പഠനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യാത്മാക്കൾ മടങ്ങി വരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പിന്നീട് 1 ശമൂവേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യന്റെ ആത്മാവ് മനുഷ്യൻ മരിച്ച ശേഷം മടങ്ങി വരുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണത് സംഭവിച്ചത് എന്നുള്ള ഒരു സംശയമുണ്ട്. മനുഷ്യൻ മരിച്ചിട്ട് മടങ്ങി വന്നിട്ടുണ്ട്, ശരീരത്തിൽ പ്രത്യക്ഷം മടങ്ങി വന്നിട്ടുണ്ട്. ലാസർ 4 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നു. അതുപോലെ തന്നെ യായിറോസിന്റെ മകൾ മടങ്ങി വന്നു. യേശു പുനരുത്ഥാനം എഴുന്നേൽപ്പിച്ചു വന്ന മനുഷ്യരുണ്ട്. ശിഷ്യന്മാർ പുനരുത്ഥാനം നടത്തിയവരുണ്ട്, വിളിച്ചു വരുത്തിയവരുണ്ട്. അതുപോലെ ഏലിയാവ് അവരൊക്കെ ഈ പറയുന്ന ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പിശാചിനോ അവന്റെ ദൂതന്മാർക്കോ ഒരിക്കലും ഒരൊറ്റ മനുഷ്യാത്മാവിനെ പോലും വെളിക്കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന് മാത്രമേ മനുഷ്യനെ മടക്കി വരുത്തുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരും എന്ന് പറയുമ്പോൾ ഒരുമിച്ചെല്ലാവരും മടങ്ങി വരണം. എന്നാൽ ഓരോ നിലയിലുള്ളവരെ വിളിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളവർ മടങ്ങി വരണം. ലാസറെ എന്ന് പറഞ്ഞപ്പോൾ ലാസർ മാത്രം വന്നു. ബാല എഴുന്നേൽക്കാന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയ ആ പെൺകുട്ടി മാത്രം ജീവൻ പ്രാപിച്ചു വന്നു. അതല്ലാതെ ഒരിക്കലും ഇവിടുന്ന് മരിച്ചുപോയൊരൊറ്റ വ്യക്തി പോലും ഭൂതാത്മാവായിട്ടോ അതുപോലെ തന്നെ മനുഷ്യരൂപത്തിലോ പ്രത്യക്ഷപ്പെടുക ഇല്ല എന്നുള്ളത് ദൈവത്തിന്റെ ആധികാരികതയാണ്. എന്നാൽ 1 ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവർക്ക് സംശയമുണ്ടായിട്ടുണ്ട്. അത് ശമൂവേൽ ആയിരുന്നല്ലോ, അവനെ ആണല്ലോ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നുള്ളത്
നമുക്കത് ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞാനത് വായിക്കാം. അപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെയെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെളിച്ചപ്പാടത്തെ കണ്ടുപിടിച്ചു. അവര് വെളിച്ചപ്പാടത്തിമാരെല്ലാം കൊന്നുകളഞ്ഞ ഒരു രാജാവായിരുന്നു ശൗൽ. അവസാനം ദൈവം സംസാരിക്കുന്നില്ല, അവനോട് ദർശനമില്ല, വെളിപ്പാടില്ല, വചനം സംസാരിക്കുന്നില്ല, പ്രവാചകന്മാർ വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയപ്പോൾ അവൻ്റെ ഭാവിയെക്കുറിച്ച് ആകുലതയുണ്ടായി. എന്ത് സംഭവിക്കുമെന്നുള്ള വലിയ വ്യസനം അവന് ഉണ്ടായപ്പോൾ ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ അവൻ വിചാരിച്ചു ഒരു വെളിച്ചപ്പാടത്തെ കൊണ്ട് സംസാരിക്കാം. കാരണം അവൻ അറിയാമായിരുന്നു ഇങ്ങനെ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്, അവർ വന്ന് ഭാവി പറയുമെന്ന്. എന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന അങ്ങനെ ഭാവി പറയുന്ന ശക്തികളൊക്കെ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. അതെങ്ങനെയാ സംഭവിക്കുന്നുള്ളത് പലർക്കും സംശയമാണ്. മരിച്ചുപോയ ആത്മാക്കളോട് സംസാരിക്കാൻ കഴിയത്തില്ല, അവരെ തിരിച്ചു വരുവാൻ കഴിയത്തില്ല, അവരോട് ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും സംസാരിക്കാൻ കഴിയത്തില്ല. ജീവനോടിരിക്കുന്ന ഒരൊറ്റ മനുഷ്യന് പോലും മരിച്ചുപോയവരോട് സംസാരിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ മരിച്ചുപോയ ആത്മാക്കൾക്ക് അകത്തെ മനുഷ്യനുള്ളവർക്ക് അവിടെ സംസാരിക്കാം, ആ മണ്ഡലത്തിൽ സംസാരിക്കാൻ കഴിയും. ഇവിടേക്ക് വന്ന് അവരാരും തന്നെ സംസാരിക്കുകയില്ല. എന്നാൽ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? വെളിച്ചപ്പാടത്തിമാർ എങ്ങനെ അതുപോലെ മരിച്ചുപോയവരെ വെളിയിൽ കൊണ്ടുവരുന്നു? ചിലരിൽ ഭൂതാത്മാവ് കയറിയിട്ട് എങ്ങനെയാണ് പഴയ മനുഷ്യനെ പോലെ സംസാരിക്കുന്നൊക്കെ ചിന്തയുണ്ട്. നമുക്കറിയാം ആത്മാക്കൾ സംസാരിക്കുന്ന രീതിയുണ്ട്. വിളിച്ചു വരുത്തി പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഭൂതാത്മാക്കളെ വിളിച്ചു വരുത്തി ആരെങ്കിലും ആവസിപ്പിച്ചിട്ട് അവരോട് സംസാരിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം അതിന് തന്നെ സംസാരിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് അതിനെ ആവഹിച്ചു കൊണ്ടുവന്നിട്ട് അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കാരണം ഞാൻ ഒരിക്കൽ കൂടി പറയാം. മരിച്ചുപോയ ആത്മാക്കൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെക്കുറിച്ച് അറിയാവുന്ന ഭൂതാത്മാക്കൾ ഈ മണ്ഡലത്തിലുണ്ടോ? ഈ ഭൗമിക മണ്ഡലത്തിലുണ്ട്. ഭൂതാത്മാക്കൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നതും നമ്മൾ ആരാധിക്കാൻ പോകുന്നതും നമ്മൾ പോകുന്നതൊക്കെ ഇവർക്കറിയാം. നമ്മൾ ആരുടെ മകനാണ്, എവിടുത്തെയാണെന്നൊക്കെ അവനറിയാം. പക്ഷേ നേരിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് അവനൊരു ശരീരം ആവശ്യമാണ്, ഭൂതത്തിന് ശരീരം ആവശ്യമാണ്. അപ്പോൾ അതിനെ സേവിക്കുവാൻ കഴിയുന്ന ഭൂതാത്മാക്കൾക്ക് വേണ്ടി ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നവർക്ക്, അതിനെ യാഗം കഴിക്കുന്നവർക്ക്, അതിനോട് ബന്ധപ്പെടുന്നവർക്ക് അങ്ങനെ ഒരു സിസ്റ്റം ലോകത്തിലുണ്ട്, ഇല്ലെന്നല്ല. ദൈവത്തെ ആരാധിക്കുന്ന പോലെ തന്നെ ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്ന രീതിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിശാചിനെ തന്നെ നേരിട്ട് ആരാധിക്കും, അത് സംഭവിക്കും. പക്ഷേ ഈ ഭൂതങ്ങൾക്ക് ബലി, അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ജാതികൾ ഭൂതങ്ങൾക്കാ ബലി കഴിക്കുന്നത്, നമ്മൾ അങ്ങനെയല്ല ബലി കഴിക്കുന്നുള്ളത്. അപ്പോൾ ഭൂതങ്ങൾക്ക് ബലി കഴിച്ച് അതിനെ തൃപ്തിപ്പെടുത്തി അതുമായിട്ട് സംസാരിക്കുവാൻ, അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആരുടെയെങ്കിലും ശരീരത്തിലൂടെ പ്രവേശിപ്പിച്ച് അതിനെ സംസാരിപ്പിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയാണ് ചിലര് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അവർ സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറയും. ഇന്നിടത്ത് ഇന്നയാളാണ് ഇത്ര നാള് ജീവിച്ചിരുന്നത്, നിന്റെ അപ്പനേതായാലും വല്യപ്പനേതായിരുന്നു, ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു ഒക്കെയുള്ള കാര്യങ്ങൾ പറയും. കാരണം ഇവനെ കൊണ്ടുവരുന്ന ഭൂതാത്മാവോ അല്ലെങ്കിൽ അവനെ പരിചയമുള്ള ഒരാത്മാവോ ഈ പറയുന്ന ദുഷ്ടദൂതന്മാരൊക്കെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. അവരെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നു. ഒരു സാഹചര്യം കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം. നാം ഒരുപക്ഷെ ആരും അറിയാതെ വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ പോലും കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് ക്യാമറ മാത്രം മേടിക്കേണ്ട കേട്ടോ. ഈ ദുഷ്ടദൂതന്മാരും ഭൂതാത്മാക്കളും എല്ലാം സജീവമാണ്, അത് അവിടെ ഇവിടങ്ങളിൽ ഉണ്ട്. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുമ്പോൾ വിചാരിക്കരുത് വരുന്നവർ മുഴുവനും ആത്മാഭിഷേകമുള്ളവരാണ് വിചാരിക്കരുത്. വചനം മോഷ്ടിക്കാൻ വേണ്ടി, ദൂത് മോഷ്ടിക്കാൻ വേണ്ടി ചിലരെ സാത്താൻ കടത്തിവിടും, ചിലർ അതിൻ്റെ അകത്ത് വന്നിരിക്കും. അപ്പോൾ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും. മോഷ്ടിച്ചിട്ട് അപ്പുറമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയും. അങ്ങനെ ഒരു ശൃംഖല തന്നെ ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ജീവിക്കാൻ. അതുകൊണ്ട് പെട്ടെന്ന് ഭാരപ്പെട്ടും നമ്മൾ അതിശയിച്ചൊന്നും പോകരുത്. എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ആത്മാവ് മടങ്ങി വരത്തില്ല. എന്നാൽ മനുഷ്യനെ കൊണ്ടു നടന്ന ഭൂതാത്മാക്കളുണ്ടെങ്കിൽ മനുഷ്യൻ മരിക്കുമ്പോൾ അത് പോകുന്നില്ല, അതിവിടെ തന്നെ കാണും. അവനെ കൊണ്ടു നടന്ന ദുഷ്ടദൂതന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരിവിടെ കാണും. അതല്ലെങ്കിൽ ഈ ഓരോരുത്തരെ കൊണ്ടു നടക്കുന്ന, അതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന ആൾക്കാരെ, പരിചയമുള്ള ആൾക്കാരെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും സ്വള്ളങ്ങളും ദുഷ്ടാത്മസേന എന്ന് പറയുന്ന ഒരു സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതിന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഭൂതങ്ങൾക്കും അതുപോലെ ദുഷ്ടദൂതന്മാർക്കും കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതിന് പിടിച്ചെടുക്കാൻ കഴിയത്തില്ല.
പിശാചിന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പറയാൻ മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഉള്ളിലിരിക്കുന്നത് മനസ്സിലാക്കിയെടുക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഉള്ളിലിരിപ്പറിയുവാൻ ഇനിയുള്ള എത്രമാത്രം സാങ്കേതികമായിരിക്കുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്താലും മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത് ചിലപ്പോൾ നുണ പറയുന്നതാണോ അല്ലെങ്കിൽ വിചാരങ്ങളെയൊക്കെ ചിലപ്പം ബ്രെയിനിൻ്റെ മാപ്പിംഗ് വെച്ച് വേണേൽ കണ്ടുപിടിച്ച് വേണേൽ പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെക്കുറിച്ചുള്ള ഭാവി നിർണ്ണയിക്കുവാൻ ഈ ലോകത്തുള്ളൊരു കണ്ടുപിടുത്തങ്ങൾ കഴിയുന്ന ഒരു വ്യക്തികൾക്കോ ഭൂതാത്മാക്കൾക്കോ കഴിയത്തില്ല, പിശാചിനും അറിയത്തില്ല. എന്നാൽ ദൈവത്തിന് അറിയാം. ദൈവത്തിന് നമ്മുടെ ഉള്ളിരിപ്പുകളെ മുഴുവൻ അറിയാം. നമ്മളെന്താകുന്നു ആരാകുന്നു എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന സമയത്ത് പരസ്യമായിട്ട് പ്രസ്താവിപ്പിക്കുന്നത്. നമ്മൾ വിചാരിക്കും എന്തിനാ ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേന് മനസ്സിൽ ഹൃദയത്തിന് വിശ്വസിച്ചാൽ പോരെ, അത് പരസ്യമായിട്ട് പറയണമോ എന്ന് ചോദിക്കും. കണ്ടില്ലേ, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അവർ പറയും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണം, ഞാൻ കർത്താവിനെ സന്തോഷിതമായി സ്വീകരിച്ചു എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് എന്തായിരിക്കുന്നത്? ദൈവത്തെ അറിയാമല്ലോ ഞാൻ വിശ്വസിച്ചെന്നുള്ളത്. പിന്നീട് ഞാൻ എഴുന്നേറ്റ് നിന്ന് എങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമല്ലേ? ദൈവത്തെ അറിയാമല്ലോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ച് എഴുന്നേറ്റ് നിന്ന് അങ്ങനെ സാക്ഷ്യം പറയാത്തൊരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ദൂത് കേൾക്കുമ്പോൾ മാനസാന്തരം ഹൃദയത്തിനകത്ത് വരുമ്പോഴും എഴുന്നേറ്റ് നിന്ന് പറയത്തില്ല. ഒരു ലജ്ജയോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നൊരു ചിന്താഗതിയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ അത് ദൈവാത്മാവ് എഴുന്നേൽപ്പിച്ച് പറയിപ്പിച്ചു രക്ഷിക്കപ്പെടാൻ ഇടയായിട്ട് വന്നു. അതുകൊണ്ട് ഇതുവരെയും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സാക്ഷീകരിച്ചിട്ടില്ലെങ്കിൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ അറിയാം. പക്ഷേ നിന്നെ കൊണ്ട് നടക്കുന്ന പാരമ്പര്യ ശക്തിക്ക് അറിയത്തില്ല, പിശാചിനറിയത്തില്ല, ദുഷ്ടദൂതന്മാർക്ക് അറിയത്തില്ല ഉള്ളിലിരിക്കുന്ന എന്താണെന്ന്. അത് നീ പരസ്യമായിട്ട് പ്രസ്താവിക്കുമ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശുവാണ് എൻ്റെ കർത്താവും ദൈവവും, അവനാണ് എൻ്റെ രക്ഷകൻ, അവൻ്റെ രക്തമാണ് എൻ്റെ പാപം മോചിച്ചതെന്ന് നാം വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ അർത്ഥം നാം ഇവിടെ ഭൂമിയിൽ പ്രസ്താവിച്ചപ്പോൾ മണ്ണിലെഴുതിയ പേര് ദൈവം മാറ്റും. പാപം ചെയ്ത് നമ്മുടെ പേര് മണ്ണിൽ എഴുതപ്പെട്ടിരുന്നു. ആ പേര് മാറ്റി നാം പ്രസ്താവിക്കുമ്പോൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാടെ തരും. അപ്പോഴാണ് കൊണ്ട് നടക്കുന്ന ശക്തികൾക്ക് മനസ്സിലായത് ഇവൻ രക്ഷപ്പെട്ടു, ഇനി ഇവൻ്റെ അടുത്ത് പറ്റത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനം റോമർക്കെഴുതിൽ പറഞ്ഞിരിക്കുന്നത്, നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്ന് പറഞ്ഞത്. നിന്നെ കൊണ്ട് നടക്കുന്ന ശക്തികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവൻ പേടിപ്പിക്കും, മിണ്ടരുതെന്ന് പറയും. അവനാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. പറയരുത്, എഴുന്നേൽക്കരുത്, നീ യേശുവിനെ സന്തോഷിതാവെ സ്വീകരിപ്പാൻ എഴുന്നേൽക്കരുതെന്ന് പിടിച്ചെടുത്തുന്ന ഈ അകത്തെ ശക്തിയാണ്. അവനറിയാം ഇവനെ പിടിച്ചെടുത്തണം. ഇവനത് വിശ്വാസ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് അവൻ്റെ ആ മണ്ഡലത്തെ തന്നെ തകർത്ത് കളയും. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോഴൊക്കെ ഇവനറിയാം ഇവൻ ഒരിക്കലും എഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടി ഇവനെ പലവിധ ചിന്തകളിലേക്ക് എന്ന് പറഞ്ഞാൽ പല ആലോചന ഇട്ട് തരാൻ, അവനെ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി, അലക്ഷ്യപ്പെടുത്താൻ വേണ്ടി സാത്താന് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ നാം ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ നാം റിലീസാക്കപ്പെടും, സ്വതന്ത്രമാക്കപ്പെടും. നമ്മുടെ നാവിൻ്റെ കെട്ടഴിയും. ഇന്ന് രാത്രി ഇതുവരെ ആരുടെയെങ്കിലും നാവിൻ്റെ ബന്ധനം അഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇതുവരെയും ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നിട്ടില്ലെങ്കിൽ, ഇതുവരെ വായു തുറന്നിട്ടില്ലെങ്കിൽ, ഹൃദയം നിറഞ്ഞ് കവിഞ്ഞിട്ടില്ലെങ്കിൽ, ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ ഹൃദയത്തിൻ്റെ വാതിൽ തനിയെ ദൈവസ്നേഹത്താൽ തുറക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ വിളിച്ചു പറയും, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി ജീവൻ തന്നതെന്ന്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി വിളിച്ചു പറയുവാനുള്ള ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യാം. ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ലെങ്കിൽ അത് വിളിച്ചു പറയുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്ന വാക്കുകൾ സാത്താനിക സാമ്രാജ്യത്തിന് ഏൽക്കുന്ന വലിയ അറ്റാക്കാണ്, അതിനെ തകർത്ത് കളയുന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ രക്ഷിക്കപ്പെടുത്തുമ്പോൾ വാഗൊണ്ട് ഇനി ആരെങ്കിലും ഉമരോ മിണ്ടാൻ കഴിയാത്തവരൊക്കെ ആണെങ്കിൽ അത് ദൈവം അറിയാം. അത് വെച്ചുകൊണ്ട് മറുചോദ്യം ചോദിക്കരുത്. അവർക്ക് പറയാൻ കഴിഞ്ഞില്ലല്ലോ, അവർ വാഗൊണ്ട് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ട് അവര് രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഞാനും അങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞ ദൈവം പറയും, നിനക്ക് വായും നാവും ഉണ്ടെങ്കിൽ നീ പറയണം. സംസാരിക്കാൻ കഴിവില്ലാത്തവനെ ദൈവമാണ് നോക്കുന്നത്. അവരുടെ ഹൃദയത്തെ നോക്കി ദൈവം ന്യായം വിധിച്ചോളും. ദൈവമാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മറുചൂത്യമിട്ടുകൊണ്ട് ഒരിക്കലും സർവ്വസാധാരണമായി ആഗോളപരമായി ദൈവം തന്നിരിക്കുന്ന രക്ഷയുടെ സന്ദേശം, രക്ഷയുടെ മാർഗം എങ്ങനെ രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവം കാണിച്ചു തന്നിരിക്കുന്ന, പഠിപ്പിച്ചിരിക്കുന്ന മാറ്റിമറിക്കാൻ ശ്രമിക്കരുത് എന്നും ഇത്തരണത്തിൽ ഞാൻ വചനാത്മാവിൽ ഓർപ്പിക്കുകയാണ്. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ നമ്മളൊന്ന് കാര്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ
വസ്തുതാപരമായിട്ട് എന്തെങ്കിലും അതിനകത്ത് ന്യായമുണ്ടോ എന്നുള്ളത് വചനപരമായിട്ട് തെളിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം വായിക്കുന്നത്. മനുഷ്യൻ്റെ ആത്മാക്കൾ മടങ്ങി വരത്തില്ല. മരിച്ചുപോയവരാരും തിരികെ പിശാച് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാർ, അവൻ്റെ ആൾക്കാർ വിളിച്ചു വരുത്തുമ്പോൾ വരാനുള്ളവരല്ല മനുഷ്യാത്മാക്കൾ. അവരിവിടുന്ന് ഡിപ്പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെ വാക്കിന് മാത്രമേ അവരെ അവിടുന്ന് ചലിപ്പിക്കാൻ കഴിയത്തുള്ളൂ, വെളിയിൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ഇവിടെയുള്ള ഒരു ശക്തിക്കും അതിന് കഴിയത്തില്ല. അതുകൊണ്ട് മരിച്ച ഒരൊറ്റ ആത്മാക്കൾ പോലും സാത്താനിക ആലോചനയുണ്ടോ, അവൻ്റെ ശക്തി കൊണ്ടോ ഇവിടെ മടങ്ങി വരത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ ഹിതവും ദൈവം അഭിഷേകത്താൽ നിറച്ച് ദൈവം ആ ശുശ്രൂഷ ചെയ്യുവാൻ ഏൽപ്പിച്ചിട്ടുള്ളവർക്ക് അത് ചെയ്തെടുക്കാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിപ്പീൻ എന്ന് യേശു പറഞ്ഞു. കർത്താവ് പറഞ്ഞു. സുവിശേഷീകരണത്തുള്ള ബന്ധത്തിൽ, അഭിഷേകത്തുള്ള ബന്ധത്തിൽ, അധികാരത്തുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു മരിച്ചവരെ ഉയർപ്പിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞു. പ്രാർത്ഥനയാൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും. ദിവസങ്ങളിൽ അതേ ദൈവാത്മാവിന് ചെയ്യാൻ കഴിയും. അത് നമുക്ക് തന്നിരിക്കുന്ന അധികാരമാണ്. സാത്താൻ അധികാരമില്ല. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ ദാസന്മാർക്കും അധികാരമുണ്ട്. അത് എക്സസൈസ് ചെയ്യേണ്ട സ്ഥലത്ത് അത് എവിടെയാണോ അത് ചെയ്യേണ്ടത്, ദൈവനാമ മഹത്വത്തിന് വേണ്ടത് അവിടെ ദൈവം ചെയ്തിരിക്കും. എല്ലായിടത്തും ദൈവം അത് ചെയ്യത്തുമില്ല. എവിടെയാണോ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടത് അവിടെ ദൈവം അത് ചെയ്തിരിക്കും. ലാസറിന്റെ ഭവനത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി ലാസറിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ, അതുപോലെ തന്നെ ദൈവമഹത്വം എവിടെ വെളിപ്പെടുത്തണമോ അവിടെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ദൈവം സാധിക്കും. നമുക്ക് മരിച്ചവരെ ഉയർപ്പിക്കുന്നുള്ള വാചനമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നാം അന്ന് തന്നെ കാണുന്ന എല്ലാ ശവശരീരത്തിൻ്റെ അടുത്ത് പോയി എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് വരത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ മഹത്വം എവിടെയാണോ ദൈവം വെളിപ്പെടുന്നത് അത് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ആരും തന്നെ മരിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അധികാരം എക്സസ് ചെയ്യാനുള്ള അധികാരം എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോകുന്ന ആൾക്കാരെ എല്ലാവരും അടക്കിക്കൊണ്ടുവന്നതിനെ വളരെ വലിയ പ്രതിസന്ധി കൊണ്ട് അങ്ങനെ അത് എക്സസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ലിമിറ്റഡാണ്, പരിമിതപ്പെടുത്തിയിരിക്കുന്നതാണ്. അതെവിടെയാണോ ചെയ്യേണ്ടത് ദൈവമാണ് തീരുമാനിക്കുന്നത് എന്നും ഇന്ന് രാത്രി ഓർത്തിരിക്കണം. അതുകൊണ്ട് മരിച്ചുപോയവർ മടങ്ങി വരുന്നില്ല എന്ന് പറഞ്ഞാൽ, മടങ്ങി വരുന്നില്ല എന്നാൽ പിശാചിൻ്റെ വാക്കിനാൽ അല്ലെങ്കിൽ അവൻ്റെ ദൂതന്മാർക്കോ അവനെ സേവിക്കുന്നവർക്കോ ഈ മരിച്ചുപോയ മനുഷ്യരെ മടക്കി വരുത്താൻ കഴിയത്തില്ലെന്നാൽ ഈ വെളിച്ചപ്പാടത്തി ഇവിടെ ശമൂവേലിനെ വിളിച്ചു വരുത്തണമെന്ന് ശൗൽ പറഞ്ഞപ്പോൾ ആദ്യം അവൾക്ക് ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ പറയുന്ന ഒരുവനെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞു. ശൗലാണെന്നും വെളിച്ചപ്പാടത്തിമാരെയും അങ്ങനെയുള്ള ആൾക്കാരെയും കൊന്നുകളയുന്നവനാണ് ഈ അവിടെ മുമ്പിൽ നിൽക്കുന്നതെന്നുള്ളത് അവൾക്ക് മനസ്സിലായില്ല. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു. നീ കാണുന്നത് എന്തെന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. എന്താ കാണുന്നത് ചോദിച്ചു. ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നു എന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് അവന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചതിന് ശൗലിന് കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഈ രൂപത്തെ വെളിച്ചപ്പാടത്തേക്ക് കാണാം. അവൾ സേവിക്കുന്ന ദുഷ്ട സാമ്രാജ്യത്തിന്റെ ശക്തി മുഖാന്തരമായി അവൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഞാനിത് പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും പിശാചുക്കളെ കുറിച്ച് പഠിക്കാൻ പോകരുത്. ദൈവത്തെ ഓർത്ത തലമുറകൾ ആരും തന്നെ പൈശാചിക ശക്തികളെക്കുറിച്ചോ ഭൂതാത്മാക്കളെക്കുറിച്ചോ ഉള്ള യാതൊരു നെറ്റും സെർച്ച് ചെയ്യരുത്. ഒരു മുന്നറിയിപ്പാണ്. സാത്താനെക്കുറിച്ച്, അവൻ്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരും ശ്രമിക്കരുത്. നമുക്ക് വേണ്ടത് ദൈവം തന്നിട്ടുണ്ട്, അത് മാത്രം മതി. പൈശാചിക ലോകത്തെക്കുറിച്ച് പഠിക്കാൻ പോകരുത്. അവൻ്റെ തന്ത്രങ്ങളെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അറിയാം. അതുകൊണ്ട് അവൻ്റെ തന്ത്രത്തിൽ കുടുങ്ങിപ്പോകരുത്. അപ്പം അതുകൊണ്ട് അവൻ്റെ തന്ത്രം മനസ്സിലാക്കാൻ വേണ്ടി, അവൻ്റെ ആഴം പഠിക്കാൻ വേണ്ടി ആരും പോകരുത്. നമുക്ക് അങ്ങനെ ഒരു യുദ്ധം ചെയ്ത് നേടേണ്ട ആവശ്യമില്ല. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവെല്ലാം തെളിയിച്ചു തരും. അതുകൊണ്ട് പൈശാചിക ശക്തികളെക്കുറിച്ചോ ദുരാത്മാക്കളെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു പഠനത്തിലേക്കും ആരുടെയും കൈകൾ ചലിക്കപ്പെടരുത്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇൻ്റർനെറ്റ് യുഗമാണ്, നമുക്ക് AI യുഗമാണ്. ഇന്ന് വേണമെങ്കിൽ പൈശാചിക സാമ്രാജ്യത്തെക്കുറിച്ച് വേണമെങ്കിൽ നെറ്റ് സെർച്ച് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ഡിമോണിക് ഫോഴ്സസിനെ കുറിച്ച്, അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കാണും. പക്ഷേ ദൈവത്തെ ഓർത്ത് പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ഓർപ്പിക്കുന്നു. ഒരൊറ്റ വ്യക്തി പോലും
പൈശാചിക പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കരുത്. നാം വായിക്കേണ്ടത് ദൈവവചനത്തെയാണ് വായിക്കേണ്ടത്. ഇന്നത്തെ ആരാധന ഗീതങ്ങളിൽ പോലും പുതിയ സിസ്റ്റമായിട്ടുള്ള പുതിയ ആരാധന ഗീതങ്ങൾ എന്ന് പറയുന്നതിൽ പോലും പൈശാചികന്റെ സ്തുതികൾ അടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം ദൈവികമാണെന്ന് പറഞ്ഞു പോകരുത് കേട്ടോ. വലിയ മേളക്കൊഴുപ്പുള്ള പലതും ചെയ്തു വെക്കുന്നത് അതിൻ്റെ അകത്ത് പൈശാചികതയുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടൊരിക്കലും ഈ ഒരു ഭാഗത്തേക്ക് പോകരുത്. അതുകൊണ്ട് ദൈവകൃപയിൽ നിൽക്കണം. ഇവിടെ സംഭവിക്കുന്ന വിഷയങ്ങളെ വെച്ചുമ്പോൾ ഒരു വൃത്തൻ കയറി വരുന്നു. അവൾ പറയുകയാണ് ഒരു ദേവൻ കയറി വരുന്നു പറഞ്ഞിട്ടു. എന്നിട്ട് അവൾ പറയുകയാണ് ഒരു വൃത്തൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എങ്ങനെയാണോ ശൗമേൽ ഭൂമി ജീവിച്ചത്, അങ്കി ധരിച്ച് വൃദ്ധനായ ദേവതുല്യനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. മറ്റാർക്കും കാണാൻ കഴിഞ്ഞില്ല. അവളുടെ മുമ്പിൽ അവൾ വിളിച്ചു വരുത്തിയപ്പോൾ ഈ ശമൂവേലിനെ വിളിച്ചു വരുത്തിയപ്പോൾ സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ ആരെ വരുത്തി തരണമെന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. അവന്റെ ഡിമാൻഡ് ഇതായിരുന്നു, എനിക്ക് ശമൂവേലിനെ വരുത്തി തരണം. അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ശമൂവേലിനെ വിളിച്ചു വരുത്തി. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ഭക്തനായിരുന്ന ഇസ്രായേലിന്റെ ഗോത്രങ്ങളെല്ലാം ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെട്ടിരുന്ന പ്രവാചകനായിരിക്കുന്ന ശമൂവേൽ ഒരു വെളിച്ചപ്പാടത്തെ വിളിക്കുമ്പോൾ വരാനുള്ളതാണ്? ഒരിക്കലും വരത്തില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ ആരാണെന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായിരുന്ന ആ ശമൂവേൽ ഒരിക്കലും ആര് വിളിച്ചാലും അവിടെ പ്രത്യക്ഷപ്പെടത്തില്ല. ഇവള് ശമൂവേലിനെ വരുത്തണമെന്ന് പറഞ്ഞപ്പോൾ വെളിച്ചപ്പാടത്തി ആ ലക്ഷണവിദ്യ കൊണ്ട് അവിടേതായ കഴിവുകൊണ്ട് അവൾ വിളിച്ചു വരുത്തി ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൻ ചോദിക്കുക, രൂപം എന്തെന്ന് ചോദിച്ചതിന് ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ചാരാധിക്കാവൂ എന്ന് പ്രമാണമുണ്ടായിരുന്ന ശൗലേ, നീ ഇവിടെ വെളിച്ചപ്പാടത്തി വിളിച്ചു വരുത്തിയ ഒരു പൈശാചിക രൂപത്തിന്റെ മുമ്പിൽ നീ സാഷ്ടാംഗം നമസ്കരിച്ച് വീണപ്പോൾ തന്നെ നിന്റെ അന്ത്യം കുറിക്കപ്പെട്ടു. ദൈവത്തെ മാത്രം നമസ്കരിക്കാവുന്നു പറഞ്ഞത്. ശമൂവേൽ ജീവനോടിരുന്നപ്പോൾ ശമൂവേലിന്റെ അങ്കി വലിച്ചു കീറിയവനാണ്, പിടിച്ചു വലിച്ചതാണ്. അങ്ങനെ ഒക്കെ ചെയ്ത ശമൂവേലിനെയാണ് എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ശമൂവേൽ എന്ന് അറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇപ്പോൾ പറഞ്ഞു, ഇന്ന പോലെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഈ മുറിക്കകത്ത്. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശൗലിന് മനസ്സിലായി, ഇത് ഞാൻ ആദ്യം എന്നെ അഭിഷേകം ചെയ്തവനും എന്നാൽ എൻ്റെ അനുസരണക്കേട് മുഖാന്തരമായിട്ട് എന്നെ അതിൽ നിന്ന് നീക്കിയവനും ഞാൻ അവനോട് അനുസരണക്കേട് കാണിച്ചിട്ടുള്ളതാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ശൗലിന് മനസ്സിലായി. അവൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണ് വെളിച്ചപ്പാടത്തി കൊണ്ടുവന്ന ആ രൂപത്തിന്റെ മുമ്പിൽ അവനെ കാണാൻ കഴിയത്തില്ലെങ്കിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇവനെ കണ്ടിരുന്നെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇവന്റെ നേത്രങ്ങൾക്കത് മറവായിരുന്നു. എന്നാൽ ഈ വെളിച്ചപ്പാടത്തിക്ക് അവളിൽ വ്യാപരിക്കുന്ന ശക്തി കൊണ്ട് അതിനെ കാണാനായിട്ട് കഴിയും. അവളത് മനസ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൂതാത്മാക്കളും ദുഷ്ടദൂതന്മാരും ഇടപഴകുന്ന അതിനെ സേവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാനായിട്ട് കഴിയും. പക്ഷേ സാധാരണ ഒരു മനുഷ്യനത് കാണാൻ കഴിയത്തില്ല. അവൻ സാഷ്ടാംഗം നമസ്കരിച്ചു. ശൗലിനോട് സംസാരിക്കുകയാണ്. ശൗലിനോട് സംസാരിക്കുക. അപ്പോൾ വിളിച്ചു വരുത്തിയ ആ രൂപം അത് ശമൂവേലാണെന്ന് പറഞ്ഞപ്പോൾ ആര് സംസാരിച്ചു? ശമൂവേൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അതുപോലെ ഈ രൂപം സംസാരിക്കുകയാണ്. ശൗലിനോട് നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. ആദ്യമേ ചോദിച്ചത്, ഞാൻ മരിച്ചെന്ന് നിനക്കറിയാമല്ലോ, മരിച്ചു പോയതാ. ഇപ്പൊ നീ എന്നെ വിളിച്ചു വരുത്തിയത് കൊണ്ട് എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും,
ഉയ്യോ, നിശ്ചയമായിട്ട് ശമൂവേൽ തന്നെയാണ്. നമ്മൾ ഈ ശമൂവേൽ സ്വസ്ഥതയിലെ പ്രവേശിച്ചെന്നുള്ളതും എങ്ങോട്ടോ പോയെന്നുള്ളതൊക്കെ ദുഷ്ടസമ്പ്രദായത്തിന് അറിയാമായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ ഈ പ്രത്യക്ഷപ്പെട്ട ആളും പറയുകയാണ്, ഇവൻ അതുപോലെ തന്നെ പറയുക, ശമൂവേൽ നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്തെന്ന് ചോദിച്ചു. 1 ശമൂവേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്കത് ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നതല്ല, കാരണം ഒരുപാട് സംശയമുണ്ടെന്ന് എനിക്കറിയാം. ഇത് വായിച്ചിട്ട് ഒരുപാട് പേരെന്നോട് പലപ്പോഴും സംശയം, പക്ഷെ ഓരോരുത്തരോട് സംശയം തീർക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് പൊതുവായിട്ട് അത് സംസാരിച്ചാൽ അതെല്ലാവർക്കും ഇങ്ങനെയുള്ള സംശയം മാറിപ്പോകട്ടെ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതിനൊരു പ്രാധാന്യത കൊടുത്ത്, മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ വിളിച്ചു വരുത്തുവാൻ ഒരു വെളിച്ചപ്പാടത്തിൽ കഴിയത്തില്ല, ഒരു ദുഷ്ടപ്രവൃത്തി എന്നവർക്ക് കഴിയത്തില്ലെന്നാൽ പിന്നെ എങ്ങനെ ശമൂവേലിനെ വിളിച്ചു വരുത്തി എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രം അല്ലെങ്കിൽ യഥാർത്ഥമായ കാര്യം വെളിപ്പെടുത്താനാണ് ഞാനിത് മുഴുവൻ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അപ്പോൾ 28-ന്റെ 7 മുതലുള്ള ഭാഗങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശൗൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കാൻ പോയെന്നറിയാമോ? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശൗൽ അതിൻ്റെ 3 മുതൽ വാക്യം, എന്നാൽ ശമൂവേൽ മരിച്ചു പോയിരുന്നു. ഇസ്രായേലിൽ അവനെക്കുറിച്ച് വിലപിച്ച് അവന് സ്വന്തം പട്ടണമായ രാമയിൽ അവനെ അടക്കം ചെയ്തിരുന്നു. ഉണ്ടോ? അവനെ മരിച്ചിരുന്നു, അടക്കിയിരുന്നു. എന്നിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എനിക്ക് ഈ വെളിച്ചപ്പാടന്മാരെന്താണ്, മന്ത്രവാദികൾ എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ശക്തികളാണെന്ന് നമുക്കറിയാം. നമുക്കറിയാം, മന്ത്രവാദികളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മോശ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാത്തിലും ജീവൻ വരുത്താൻ കഴിയാത്തതൊക്കെ ഈ മന്ത്രവാദികൾ ചെയ്തിട്ടുണ്ടല്ലേ, ചെയ്തു. തവളയെ കയറ്റാൻ പറഞ്ഞപ്പോൾ തവളയും കയറ്റി. അന്യദേവന്മാരെ ആരാധിക്കുന്നവരുടെ വേദന വർദ്ധിക്കുമെന്ന് പറഞ്ഞതുപോലെ അന്ന് മോശ പറഞ്ഞിട്ട് 1,00,000 തവള ഉണ്ടായിരുന്നെങ്കിൽ ഇവരെല്ലാം കൂടി വീണ്ടും എന്ത് ചെയ്തു, പിന്നെ തവളയെ കയറ്റി. അങ്ങനെ പൊടിയിൽ നിന്ന് പേൻ ഉൽപ്പാദിപ്പിച്ചപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല, എല്ലാം ചെയ്യാൻ കഴിഞ്ഞില്ല. വെള്ളം രക്തമാക്കി തീർത്തു. ഉള്ള വെള്ളം കുറച്ചും കൂടി എന്ത് ചെയ്തുകൊണ്ടായിരുന്നു, അതും കൂടെ അവരുടെ രക്തം. ഞാൻ പറഞ്ഞു, അന്യദേവനെ സേവിക്കുന്നവരുടെ വേദനകൾ വർദ്ധിക്കുകയുള്ളൂ. മന്ത്രവാദം ചെയ്യുന്ന ശക്തികളുണ്ടെന്ന് മിസ്രീമിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വെളിച്ചപ്പാടത്തിമാര് അന്ന് ആ ദേശങ്ങളുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ മരിച്ചുപോയവരെയൊക്കെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ പോലുള്ള രീതിയിൽ സംസാരിച്ചെടുക്കുവാൻ, കാര്യങ്ങളെ മനസ്സിലാക്കി പറയുവാനൊക്കെയുള്ള കഴിവുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ, കഴിവെന്ന് പറഞ്ഞാൽ അത് ദുരാത്മാവിനോട് സംസാരിക്കുന്നത് കഴിവല്ല, അത് പൈശാചിക ആലോചനയാലാണ് അവരത് ചെയ്യുന്നത്. അവർ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അത് ചെയ്യുന്നത്, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈയും നമ്മുടെ ശരീരമൊന്നും ആരുടെ മുമ്പിൽ കൊണ്ട് നീട്ടിക്കൊടുക്കരുത്. ഭാവി പറയുന്നവരുടെ കയ്യിലോ ഒന്നും വെച്ചു കൊടുക്കരുത്. കാരണം അവർ പറയുന്നത് ഇങ്ങനെയുള്ള ആത്മാക്കളെ കൊണ്ടാണ് പറയുന്നത്. ഒരുപക്ഷെ സത്യപ്രവാചകന്മാർ പറയുന്നതിനേക്കാൾ കാര്യങ്ങൾ പറയാൻ കഴിയും, പക്ഷേ അവർക്ക് പറയാനേ കഴിയത്തുള്ളൂ. പക്ഷേ അവർക്ക് അതിൻ്റെ പ്രതിവിധി പറയാൻ കഴിയത്തില്ല. പക്ഷെ എന്നാൽ ദൈവത്തിൻ്റെ പ്രവചനം എന്നുള്ളത് നമ്മളോട് വരുന്ന കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ വരുവാനുള്ള കാര്യത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അതിൽ എങ്ങനെ നമുക്കാകണമെന്നുള്ളത് പറഞ്ഞു തരുമ്പോൾ മറ്റുള്ളവർക്ക് പ്രതിവിധി പറയുന്നത് അതിന് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനേ പറയുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയും പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, മനസ്സാന്തരപ്പെടണമെന്ന് പറയും. അതല്ലാതെ നീ ഇന്നത് കൊണ്ടി കൊടുക്കാൻ പറയത്തില്ല. ദേവദാസന്മാർ, പ്രവാചകന്മാർ അവർ പ്രവചിച്ച്, ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ പ്രവചിച്ചിട്ട് പറയും, കുറച്ച് ദിവസം ഉപവസിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം കേട്ടോ, ആരാധിക്കണം, മടങ്ങി വരണം, മാനസാന്തരപ്പെടണം, ദൂത് അവർ പറയും. അതല്ലാതെ പറയത്തില്ല നീ ഇന്നത് ചെയ്യണമെന്ന് പറയത്തില്ല. പ്രതിവിധിയായിട്ട് പറയുന്ന മാനസാന്തരമായിരിക്കും. ദൈവത്തിൻ്റെ ഉപദേശം പ്രവാചകന്മാർ പ്രവചിച്ചു കഴിയുമ്പോൾ അതിന് പരിഹാരമായി പറയുന്നത് മാനസാന്തരമായിരിക്കും, മടങ്ങിവരവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് കഷ്ടതയിൽ ആശ്വാസ ദൂത് അവരിലൂടെ അറിയിക്കും. അത് ദൈവാത്മാവ് ചെയ്യുന്നതാണ്. ആശ്വാസ ദൂത് അറിയിക്കും. ഒരുവൻ തകർന്നിരിക്കുമ്പോൾ അവൻ്റെ അടുക്കൽ വന്ന് മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആശ്വാസ ദൂത് അറിയിക്കുന്ന പ്രവാചകന്മാർ ദൈവസഭയ്ക്കുണ്ട്. ഉണ്ട്. നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി നാം വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമ്മളോട് ദൂതറിയിക്കുന്ന പ്രവാചകന്മാർ ദൈവസഭയ്ക്കുണ്ട്, ഇപ്പോഴുമുണ്ട്.
ആ ശുശ്രൂഷ തീർന്നു പോയിട്ടില്ല. എന്നാൽ കള്ളപ്രവാചകന്മാരുമുണ്ട്. ഇങ്ങനെ വെളിച്ചപ്പാടന്മാർ ശക്തി കൊണ്ട് അതിൻ്റെ ശക്തിയിൽ വ്യാപരിച്ചുകൊണ്ട് പ്രവചിക്കുന്നവരുമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരും കൂടി കൂടിക്കലരുമ്പോൾ ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്നറിയത്തില്ല. പക്ഷേ നമ്മളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഒരു വ്യക്തി ആര് എന്ത് പറഞ്ഞാലും അത് എന്താണെന്ന് ഉൾക്കൊള്ളുവാനുള്ള കാഴ്ചപ്പാട് ദൈവമക്കൾക്കുണ്ടായിരിക്കണം. ഞാൻ അതിലേക്ക് കള്ളപ്രവാചനെ കുറിച്ചുള്ള ഭാഗത്തേക്ക് പോകുന്നില്ല. അങ്ങനെ പോയാൽ മറ്റൊരു സബ്ജക്റ്റ് ആകും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാതെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വേഗത്തിൽ പറയാം. എങ്ങനെയാണ് വെളിച്ചപ്പാടത്തി മരിച്ചുപോയ ശമൂവേലിനെ എങ്ങനെയാണ് ശൗലിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത്. അപ്പോൾ മരിച്ചുപോയതാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. 28-ാം അധ്യായം 3-ാം വാക്യം പറഞ്ഞു, എന്നാൽ ശമൂവേൽ മരിച്ചു പോയിരുന്നു. 25-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് ശമൂവേലിന്റെ മരണത്തെ കുറിച്ച് പറയുന്നത്. 25-ാം അധ്യായം 1-ാം വാക്യം 25-1 ശമൂവേൽ മരിച്ചു, ഇസ്രായേലൊക്കെയും ഒരുമിച്ചുകൂടി അവനെ കുറിച്ച് വിലപിച്ചു. രാമായിൽ അവന്റെ വീടിനരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. ദാവീദുമായി ബന്ധമുള്ള ശമൂവേൽ മരിച്ചപ്പോൾ അവൻ അവിടുന്ന് പാരാൻ മരുഭൂമിയിലേക്ക് പോയി. ഞാൻ വിശ്വസിക്കുന്നത് ശമൂവേൽ മരിച്ച ഇസ്രായേലൊക്കെ കൂടി വന്നപ്പോഴും ഈ ശമൂവേൽ അവിടെ എത്താൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ അവിടെ എത്തുമെന്നുള്ള രീതിയിൽ ശൗൽ അവനെ പിടിക്കാൻ വേണ്ടി നോട്ടമിട്ടിരുന്നു. കാരണം ശമൂവേലും ദാവീദുമായൊരു വലിയ ബന്ധമുണ്ടെന്നുള്ളത് ശൗലിനറിയാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ശമൂവേൽ മരിച്ചപ്പോൾ ആ ശവസ്കാര സൂക്ഷിയിൽ പങ്കെടുക്കാൻ ദാവീദ് പോയില്ല. ദാവീദ് പാരാൻ മരുഭൂമിയിലേക്ക് പോയി. അപ്പോൾ രാമായിൽ അവന്റെ വീട്ടിന് അരികെ അവനെ അടക്കം ചെയ്തു. ദാവീദ് പുറപ്പെട്ട് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. അവൻ ആ അടക്ക ശുശ്രൂഷയ്ക്ക് പോയില്ല. ചെന്നാൽ പിടിച്ചോണ്ട് പോകും, നോക്കിയിരിക്കുക. ശൗലിനറിയാമായിരുന്നു ഈ ശമൂവേൽ മരിക്കുമ്പോൾ വരുമായിരിക്കുമെന്ന്. പക്ഷേ ആ സമയത്ത് ദാവീദ് ബുദ്ധിയുള്ളവനും ദൈവകൃപയുള്ളവനാ. അവൻ പാരാൻ മരുഭൂമിയിൽ പോയി അവിടെ പ്രാർത്ഥന പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇവൻ മരിച്ചെന്നുള്ളത് ശരിയാണ്, ഇവനെ അടക്കം ചെയ്യുന്നുള്ളത് ശരിയാണ്. അവനെ അടക്കം ചെയ്തിരുന്നു. ശൗലോ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. പിന്നെ അതൊക്കെ ചെയ്ത വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ഒക്കെ ദേശത്ത് നീക്കം ചെയ്ത പ്രമാണം കൊടുത്തിരുന്ന പ്രമാണമനുസരിച്ച്, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രമാണമനുസരിച്ച് ഇങ്ങനെയുള്ളവരെയൊക്കെ നീക്കം ചെയ്തിരുന്നവൻ. അവന് ഭയങ്കരം എടുത്തുചാട്ടവും അതൊക്കെ ചെയ്യാനുള്ള വലിയ ആഗ്രഹമൊക്കെ ഉള്ളവനാണ്. പക്ഷേ ഇവന്റെ ഉള്ളിൽ കടന്നുകൂടിയ സ്വാർത്ഥതയാണ് അവനെ നശിപ്പിച്ച് കളഞ്ഞത്. ദൈവമക്കളെ, ദൈവ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദൈവമായ കർത്താവ് ഒരിക്കലും നമ്മൾ സ്വാർത്ഥത വെച്ച് പിടിക്കാൻ പാടില്ല. എന്നെക്കാൾ കഴിവുള്ളവർ, എൻ്റെ മക്കളെക്കാൾ കഴിവുള്ളവർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ അഭിഷേകം ചെയ്തോണം അടുത്ത ശുശ്രൂഷയ്ക്ക് വേണ്ടി. അതല്ലാതെ ഞാൻ ഒരു പാസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനാണെന്ന് കണ്ടുകൊണ്ട് എൻ്റെ മകനെയോ മകളെയോ കഴിവില്ലാത്താണെങ്കിൽ, അതിനുള്ള അഭിഷേകമില്ലാത്താണെങ്കിൽ ഒരിക്കലും അവരെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യാൻ പാടില്ല. കഴിവുള്ളവരാണെങ്കിൽ അവരെ അഭിഷേകം ചെയ്യണം. അത് ദൈവം അത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഇവിടെ ശൗല് വിചാരിച്ചത്, ഞാൻ മാറിക്കഴിഞ്ഞാൽ എൻ്റെ മകൻ യോനാഥാൻ രാജാവാകണമെന്നുള്ള ഒരാഗ്രഹമാണ്, മക്കളോടുള്ള സ്നേഹമാണ്, വലിയ ആഗ്രഹമാണ് ഈ ശൗലിന് ദൈവകൃപയെ നഷ്ടപ്പെട്ടു പോകാനിടയാത്തുന്നത്. കഴിവുണ്ടെങ്കിൽ വരട്ടെന്നേ. പൗലോസ് എന്താ ചെയ്തത്? അവൻ ചെയ്തത് കഴിവുള്ളവരെ കണ്ടപ്പോൾ അവരെ ഇടിച്ചിരുത്തുകയല്ല ചെയ്തത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, എന്നെക്കാൾ പ്രസംഗിക്കുന്ന, എന്നെക്കാൾ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, എന്നെക്കാൾ നന്നായി പാടുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ, എന്നെക്കാൾ നേതൃത്വം കൊടുക്കാൻ കഴിവുള്ളവരുണ്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരെ എഴുന്നേറ്റ് വരട്ടെ. ഒരിക്കലും അവരെ ഇടിച്ചിരുത്തുകയല്ല ചെയ്യേണ്ടത്. ശൗൽ അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ ചേർക്കുമായിരുന്നു, അവരെ കൊണ്ട് നടക്കുമായിരുന്നു, അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുമായിരുന്നു, അവരെ ഉയർത്തിക്കൊണ്ടുവരുമായിരുന്നു. അതല്ലാതെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഇതിരിക്കണമെന്നുള്ള ചിന്ത വെക്കാൻ പാടില്ല. എൻ്റെ സ്വന്തക്കാർക്ക് വേണം. എന്നാൽ ശൗൽ കൂടെ പോയ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവന് സ്വന്തം ആൾക്കാരെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മച്ചുരനെ കൊണ്ടുപോകണം, ശുശ്രൂഷയിൽ അവനെ കൈക്കൊണ്ടുവരണം, അതാണ് അവൻ ചിന്തിച്ചുകൊണ്ട്. പക്ഷേ പൗലോസ് വിചാരിച്ചത്, ആത്മത്യാഗമുള്ളവൻ ജാതിയാണെങ്കിലും ഏത് പശ്ചാത്തലത്തിൽപ്പെട്ടവനാണെങ്കിലും അവനെ കൈത്താങ്ങൽ കൊടുത്ത് അവനെ തിമോഥെയോസിനെയും അതുപോലെ തന്നെ ശീലാസിനെയും ഒക്കെ പോലുള്ള അനേകരെ, കഴിവുള്ളവരെ, അഭിഷേകമുള്ളവരെ ശുശ്രൂഷയുടെ പന്താവിലേക്ക് നയിച്ചപ്പോൾ ബർന്നബാസ് ചെയ്തത് മറ്റൊരു രീതിയിലാണ് ചെയ്തത്. അതാണ് അവർ തമ്മിൽ പണങ്ങാൻ കാരണമായി തീർന്നത്.
ശുശ്രൂഷ ബന്ധത്തിലുള്ള കാര്യങ്ങൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ശൗലിന് വന്ന കുഴപ്പമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വേറെ ഒന്നും അദ്ദേഹം ചെയ്തില്ല. ശൗല് ചെയ്തത് മറ്റൊന്നുമല്ല ചെയ്തത്, മക്കളോടുള്ള സ്നേഹം കൂടിപ്പോയി. യോനാഥാനെ രാജാവാക്കണമെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവരായിരിക്കണം ഇസ്രായേലിനെ ഭരിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അതിൻ്റെ സമയത്ത് ദൈവം അത് ചെയ്യുവാൻ തുടങ്ങിയിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി ഞാൻ നിങ്ങൾ നിൽക്കുവാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നാശമായിരിക്കും വന്നു ഭവിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ശൗലു വെളിച്ചപ്പാടത്തിമാരെ മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരുന്നു. എന്നാൽ ഫെലിസ്ത്യർ ഒന്നിച്ചുകൂടി ശൂന്യമിൽ പാളയമിറങ്ങി. ശൗലും എല്ലാ ഇസ്രായേലിനെയും ഒന്നിച്ചുകൂട്ടി ഗിൽബോവയിൽ പാളയമിറങ്ങി. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചുപോയി. ഗിൽബോവ പർവ്വതത്തിൽ ഇസ്രായേൽ പാളയമിറങ്ങിയപ്പോൾ ഒന്നിച്ചുകൂടി ശൂനേമിൽ പാളയമിറങ്ങി. ഫെലിസ്ത്യർ ശൂനേമിലും ശൗലുമെല്ലാം ഇസ്രായേലും ഒന്നിച്ചുകൂടി ഗിൽബോവയിൽ പാളയമിറങ്ങി. അന്ന് വരെ അവൻ കാണാത്ത ഭയാനകമായൊരു ചിന്ത. ഇതിനു മുമ്പ് അവൻ ഒരുപാട് പേരെ പട്ടാളത്തെ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ദൈവത്തിന്ന് അകന്നു പോയപ്പോൾ അവനിൽ ഭയം വരുവാനിടയാത്തീർന്നു. രാത്രി തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇതിനു മുമ്പ് വലിയ കാര്യങ്ങളെ നാം തരണം ചെയ്തവരായിരിക്കാം. ശൗൽ ഒരുപാട് പേരെ പരാജയപ്പെടുത്തി യുദ്ധം ജയിച്ചവനാ. പക്ഷേ ദൈവത്തിന് അകന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കൂടിയ പട്ടാളത്തിന്റെ സൈന്യത്തിന്റെ ബഹുത്വം കണ്ടല്ല അവൻ ഭയപ്പെട്ടു പോയത്. അവന്റെ ഉള്ളിൽ ദൈവ സ്നേഹമില്ലാതെ വന്നപ്പോൾ, ദൈവശക്തി ഇല്ലാതെ വന്നപ്പോൾ അവൻ വിറയ്ക്കാനിടയാത്തുന്നു. ശൗൽ ഫെലിസ്ത്യരുടെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് അവന്റെ ഹൃദയം ഏറ്റവും വിറച്ചു. ശൗൽ യഹോവയോട് ചോദിച്ചാറെ യഹോവ അവനോട് സ്വപ്നം കൊണ്ടോ ഊറിയും കൊണ്ടോ പ്രവാചകന്മാരെ കൊണ്ടോ ഉത്തരമരളിയില്ല. ഈ സന്ദർഭത്തിൽ അവൻ നിലവിളിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി പാപം ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വമായി പാപം ചെയ്തു കഴിഞ്ഞാൽ, ദൈവ ആലോചനയെ ധിക്കരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവന് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ കഴിയത്തില്ല. അവൻ നിലവിളിച്ചു, ദൈവത്തോട് ചോദിച്ചു, എന്നാൽ ദൈവം അവനോട് സംസാരിച്ചില്ല. അപ്പോൾ അവൻ ഒരു കാര്യം ചെയ്തപ്പോൾ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, എനിക്കൊരു വെളിച്ചപ്പാടത്തെ അന്വേഷിപ്പീൻ, ഞാൻ അവളുടെ അടുക്കൽ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ ഭൃത്യന്മാർ അവനോട്, എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്ന് പറഞ്ഞു. ഈ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് എല്ലാവരെയും കൊന്നു കളയുന്ന സമയത്ത് ഇവർ ചിലരെയൊക്കെ ഒളിപ്പിച്ചായിരുന്നു. അറിയാമല്ലോ, ഇസ്രായേൽ പലരെയും പല ആൾക്കാരെയും കൊന്നു കളയുമ്പോൾ ചില ആൾക്കാരെയൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരുപാട് സന്ദർഭം കാണാനുണ്ട്. അവിടെയൊക്കെ രഹസ്യമായിട്ട് ഒളിപ്പിക്കുന്ന പോലെ തന്നെ ശൗലിന്റെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാർക്ക് അറിയാമായിരുന്നു എവിടെ വെളിച്ചപ്പാടത്തെ ദേശത്തു നിന്ന് എല്ലാവരെയും നീക്കിയെന്നാണ് ശൗൽ വിചാരിച്ചത്. പക്ഷേ ശൗലിന് അറിയാമായിരുന്നു എല്ലാവരും നീങ്ങിപ്പോയിട്ടില്ല, വെളിച്ചപ്പാടത്തിമാരുണ്ട്, അത് വേണമെങ്കിൽ അവിടെ സഹായം തേടാം എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിൽ വന്നപ്പോൾ അവൻ ചോദിക്കുകയാണ്, ശൗൽ ഈ ഭൃത്യന്മാരോട് എനിക്ക് ഒരു വെളിച്ചപ്പാടത്തിയെ അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞ ഭൃത്യന്മാരോട് എന്തോരിൽ ഒരു വെളിച്ചപ്പാടത്തി ഉണ്ടെന്ന് പറഞ്ഞു. ഇവരാരും ദൂരെ ഒന്നും അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ ഇവരുടെ കസ്റ്റഡിയിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. എന്തോരൊരു വെളിച്ചപ്പാടത്തി ഉണ്ട് എന്നുള്ള അറിവ് ശൗലിന് കിട്ടിയപ്പോൾ ശൗൽ വേഷം മാറി വേറെ വസ്ത്രം ധരിച്ച് രണ്ടാളെയും കൂട്ടിപ്പോയി രാത്രിയിൽ ആ സ്ത്രീയുടെ അടുക്കലെത്തി. വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശൗലിന് അറിയാമായിരുന്നു എന്താണ് വെളിച്ചപ്പാടത്തിമാർ ചെയ്യുന്നുള്ളത്, എന്താണ് മന്ത്രവാദികൾ ചെയ്യുന്നുള്ളതിന് അറിയാമായിരുന്നു. പറയുകയാണ്, ഞാൻ വെളിച്ചപ്പാടാത്മാവ് കൊണ്ട് നീ എനിക്കായി പ്രശ്നം നോക്കുകയും ഞാൻ പറയുന്നവനെ വരുത്തി തരികയും ചെയ്യണമെന്ന് പറഞ്ഞു. സ്ത്രീ അവനോട്, ശൗൽ ചെയ്തിട്ടുള്ളതിന് അവൻ വെളിച്ചപ്പാടന്മാരെയും മന്ത്രവാദികളെയും ദേശത്ത് നിന്ന് ഛേദിച്ചു കളഞ്ഞു തന്നെ നീ അറിയുന്നുവല്ലോ. എന്നെ കൊല്ലിപ്പാൻ നീ എൻ്റെ ജീവനും കെണിവെക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. ഈ ശൗലിനെ എനിക്ക് പേടിയാ. ശൗൽ ഭരിക്കുന്ന ഇസ്രായേൽ ദേശത്ത് എങ്ങും ഒരു വെളിച്ചപ്പാടത്തിയോ മന്ത്രവാദിയോ ഉണ്ടാകാൻ പാടില്ല എന്ന് അവൻ കൽപ്പിച്ചവരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കബളിപ്പിച്ച് ഞാൻ വെളിച്ചപ്പാടത്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ കൊല്ലിക്കാൻ വേണ്ടിയുള്ള കെണിയാണോ എന്ന് അവൾ ചോദിക്കുക.
അതിനർത്ഥം ഇസ്രായേലിൻ്റെ പ്രമാണത്തിന് കടകവിരുദ്ധമായ പ്രമാണമായിരുന്നു വെളിച്ചപ്പാടമാണ്, മന്ത്രവാദികളുടെയും പ്രമാണം. ഇവൻ ഏതിനെ നശിപ്പിച്ചുവോ അതിൻ്റെ പിന്നാലെ അവൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അകന്നു പോയി കഴിഞ്ഞാൽ നാം എന്തിനെയൊക്കെ വേണ്ട എന്ന് പറഞ്ഞോ അതിനെയൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? അതിനെയൊക്കെ തേടിപ്പോകുന്നൊരു കാലം വരും. ഉപേക്ഷിച്ചു പോയതിനെ, നീ നശിപ്പിച്ച് കളഞ്ഞതിനെ ദൈവകൃപ വിട്ടുമാറിക്കഴിഞ്ഞാൽ അതിനെ അന്വേഷിച്ചു പോകേണ്ട ഗതികേടുണ്ടാകും. അതുകൊണ്ട് സ്വാർത്ഥത ഉണ്ടാകരുത്. ഈ ലോകത്തിൻ്റെ ലാഭത്തിന് വേണ്ടി ഓടരുത്. ഇവിടുത്തെ ഒരു സ്ഥാനത്തിന് വേണ്ടി ഓടരുത്. രാത്രി ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുന്നത് ഇവന് സംഭവിച്ചതാണ്. ഇവൻ എന്തിനെ നശിപ്പിച്ചു അതിനെ തേടിപ്പോകുവാൻ ഇടയാത്തീർന്നു. അവൻ അറിയാമായിരുന്നു തെറ്റാണെന്ന്. എങ്കിലും ആ തെറ്റവന് വിഷയമല്ലായിരുന്നു, അവൻ്റെ നിലനിൽപ്പായിരുന്നു അവിടെ അവൻ്റെ ആവശ്യകത. നിലനിൽപ്പിനു വേണ്ടി ദൈവം സംസാരിക്കുന്നില്ല, ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും ഒന്നിൽ ആശ്രയിച്ച് വിടുതൽ കിട്ടാമെന്ന് വിചാരിച്ചാൽ സാത്താൻ നിന്റെ കൂടെ കൂടും. അവൻ നിന്നെ കൊണ്ടുപോകും. നീ നശിപ്പിച്ചതിനെ അവൻ എന്ത് ചെയ്യും? നിനക്കതിനെ കയ്യിൽ തരും, ഇഷ്ടം പോലെ കയ്യിൽ തരും. വേണ്ടതായ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ഏർപ്പാട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഇവൾ പറയുകയാണ്, ഞാൻ ഭയപ്പെട്ട ഇവിടെ നിൽക്കുന്നത്, പക്ഷേ എൻ്റെ പണിയൊന്നും ഞാൻ നിർത്തിയിട്ടില്ല. എനിക്ക് കാശ് കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാനും തന്ത്രപരമായിട്ടാണ് ശൗലിൻ്റെ രാജ്യത്തുള്ളത് എന്ന് ശൗലിനോട്, ആ ശൗലിനെ അറിയാത്തവൾക്ക് ഇവിടെ പറയുക. അപ്പോൾ ഇവൾക്ക് ഇവിടേതായിട്ടുള്ള സ്വന്തം കഴിവിൽ ഒരു മനുഷ്യ സ്ത്രീ ആയിരിക്കുന്നവൾക്ക് ശൗലിനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വെളിച്ചപ്പാടന്മാർക്കും അവർക്കൊക്കെ ആ ശക്തി വരുമ്പോൾ മാത്രമേ കാര്യങ്ങൾ അറിയാൻ കഴിയത്തു. അതല്ലെങ്കിൽ അറിയത്തില്ല. അല്ലെങ്കിൽ ഈ ശൗലി ചെന്നപ്പോൾ, വേഷം മാറി ചെന്നപ്പോൾ നീ ശൗലാണെന്ന് പറയണ്ടായിരുന്നോ? പറ്റിയില്ല. പറ്റിയില്ല. ശൗല് വരുമ്പോൾ തന്നെ ശൗലാണെന്ന് പറയും. പക്ഷേ ദൈവത്തിന് പ്രവാചകന്മാർ അവിടെ അടുത്ത് വേഷം മാറി ചെന്ന് കഴിഞ്ഞാൽ അന്നേരെ പിടിച്ചു പൊക്കും. ഒരു രാജാക്കോട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാജാവിൻ്റെ ഭാര്യ വേഷം മാറിയാണ് വിട്ടു. ചെന്ന് വാതിലിൻ്റെ ആ നടു ആ സ്റ്റെപ്പിൽ കാല് വെക്കുമ്പോഴേ പറഞ്ഞു, ഇന്നവളാ നീ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവിനറിയാം, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നീ എവിടേക്കാ പോകുന്നതെന്നറിയാം. നീ ഏത് വേഷം മാറിയാലും ദൈവാത്മാവിനെ മറയ്ക്കാൻ കഴിയത്തില്ല. എന്നാൽ പൈശാചിക ആത്മാവിന് മുഹൂർത്തമുണ്ട്, സമയമുണ്ട്. അതിനെ ആവഹിച്ചെടുത്തെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. അതല്ലാതെ എപ്പോഴും മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഇവിടെ ഈ വെളിച്ചപ്പാടത്തേക്ക് ശൗല് വേഷം മാറി വന്നുകൊണ്ട് അറിയത്തില്ലായിരുന്നു. അവൻ രണ്ടുപേരെയും കുട്ടിയാ പോയത്. പട്ടാളക്കാരെ കൊണ്ടൊന്നും പോയില്ല, അവൻ രഥത്തിൽ പോയില്ല, ഒന്നും ചെയ്തില്ല. വേഷം മാറി സാധാരണ ഒരു മനുഷ്യനെ പോലെ ചെന്നതുകൊണ്ട് ഇവൾക്ക് ഇവൻ ആരാണെന്ന് മനസ്സിലായില്ല. എന്നാൽ മരിച്ചുപോയ ശമൂവേലിനെ വരുത്താനൊക്കെ കഴിവുണ്ട്. മനസ്സിലായല്ലോ? കാര്യം പിടികിട്ടിയല്ലോ. ഇവർക്ക് മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. പക്ഷേ ദുരാത്മാക്കളിലൂടെ ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇവള് പച്ചയായിട്ടിരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ആത്മാവ് അവളിൽ വരുന്നവരെ എന്ന് പറഞ്ഞാൽ ദുരാത്മാവിൽ അവൾ ആകുന്നവരെ അവൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾ കാര്യം പറയുകയാണ് എന്ന് പറഞ്ഞു. യഹോവയാണ് ഈ കാര്യം കൊണ്ട് നിനക്കൊരു ദോഷം ഭവിക്കുകയില്ലെന്ന് ശൗൽ യഹോവയുടെ നാമത്തിൽ അവളോട് സത്യം ചെയ്ത് പറഞ്ഞു. യഹോവയുടെ നാമത്തിലാണ് സത്യം ചെയ്തത്. സർവശക്തനായ ദൈവം സാക്ഷാൽ ദൈവമാണെന്ന് മന്ത്രവാദികൾക്കും വെളിച്ചപ്പാടത്തിമാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ആ നാമത്തിൽ സത്യം ചെയ്തത്. ഞാൻ ആരെ സത്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ദോഷം വരികയില്ല എന്ന്. യഹോവയുടെ നാമത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പം ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്വാതന്ത്ര്യവും ദൈവീയ ശുശ്രൂഷയും എത്ര ശ്രേഷ്ഠകരമാണ്. ഇവൾ ഭയപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നെങ്കിലും എന്തിനു വേണ്ടി അത് ചെയ്യുന്നു ചോദിച്ചാൽ, ഒരിക്കലും സാത്താനീയ ശക്തി പിടിപെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകരുത്. ഇവള് ഭയപ്പെട്ടാണ് അത് അങ്ങനെയുള്ള വെളിച്ചപ്പാടത്തിയുടെ ലക്ഷ്യം പ്രവചനം അവള് പ്രശ്നം വെച്ചു കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ശൗൽ സത്യം ചെയ്ത് യഹോവയുടെ നാമത്തിലായപ്പോൾ അവൾക്ക് ഉറപ്പുണ്ടായി, ദൈവനാമത്തിൽ സത്യം, സാക്ഷാൽ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് ദോഷം വരികയില്ല എന്നവൾക്ക് മനസ്സായതുകൊണ്ടാണ് അവൾ തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് അവൾ പ്രവേശിക്കുന്നത്.
അവിടെ പൈശാചിക ആ ആ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ പ്രവചന അവിടെ പ്രശ്നം നോക്കി വിളിച്ചപാട് ആത്മാവിനെ കൊണ്ട് പ്രശ്നം വെപ്പിക്കാൻ അവൾ തീരുമാനമെടുത്തത് യേശുവിൻ്റെ നാമത്തിലേക്ക് അവിടെ നാമത്തിൽ അവര് ശൗൽ ആയി വേഷം മാറി സത്യം ചെയ്തുകൊണ്ട് അവർക്കും ദൈവത്തിൻ്റെ നാമത്തെ ഭയമുണ്ടായിരുന്നു. ആ സത്യം കേട്ടുകഴിഞ്ഞപ്പോൾ അറിയാം ഇവൻ പറഞ്ഞതനുസരിച്ച് ആ ദൈവനാമത്തിൽ സത്യം ചെയ്തുകൊണ്ട് അവർക്ക് അത് നിമിത്തം ഒരു ദോഷമുണ്ടാകിയില്ല എന്നൊക്കെ മനസ്സിലായിരുന്ന രാത്രിയിലും പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന പൈശാചിക മണ്ഡലങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് പറയുന്നത് പിശാചുക്കളും ദൈവത്തിൻ്റെ നാമത്തിന് മുമ്പിൽ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നീ ആരാധിക്കുന്നത് കൊണ്ട്, സത്യദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാനും നിങ്ങളും ജ്ഞാനികളാണ്, വിവേകികളാണ്. സകല പൈശാചിക ഭൂതശക്തികളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ വിറയ്ക്കുന്നതാണ്. പിശാചുക്കളെല്ലാം ദൈവനാമത്തിന് മുമ്പിൽ വിറയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് അവളും ഈ സത്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവളും വിശ്വസിച്ച് ദോഷമൊന്നും വരുത്തിയില്ലെന്ന്. ഞാൻ ആരെ വരുത്തി തരണമെന്ന് സ്ത്രീ ചോദിച്ചതിന് ശമൂവേലിനെ വരുത്തി തരണമെന്ന് അവൻ പറഞ്ഞു. അവള് നോയൊന്നും പറഞ്ഞില്ല. നീ അവിടെ പോയിട്ട് മോശയെ വരുത്തണമെന്ന് പറഞ്ഞാൽ മോശ വരുത്തി തരും, അബ്രഹാമിനെ വരുത്തണമെന്ന് അബ്രഹാമിനെ വരുത്തി തരും. നീ ആരെ ചോദിച്ചാലും പ്രവചനാത്മാവിൽ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൽ അവൾക്ക് വെളിച്ചപ്പെടുത്തി തരുവാനായിട്ട് സാധിക്കും. അത് കഴിയും. ആരെ ചോദിച്ചപ്പോൾ സ്ത്രീ ശമൂവേലിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നീ ശമൂവേലിനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഇവളത് ഏറ്റെടുത്തു. ഞാൻ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ ആരെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാലും അവരെ വെളിപ്പെടുത്താനായിട്ട് അവർക്ക് കഴിയും. കാരണം ഇതൊരു മണ്ഡലമാണ്, അതൊരു ബോഷ്കിൻ്റെ ശക്തി ആവരിക്കുന്ന വേഷം കെട്ടുന്ന ഒരു ശക്തിയാണ്. നമുക്കറിയാവില്ല, ചില മനുഷ്യർക്ക് അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് എന്തെല്ലാം വേഷം കെട്ടാം അല്ലേ. ഞാൻ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്, ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് വിചാരിക്കാറുണ്ട് അല്ലേ. പോലീസായിട്ട് വരാം, പട്ടാളമായിട്ട് വരാം, കള്ളക്കാരനായിട്ട് വരാം, ഭർത്താവായിട്ട് വരാം, കാമുകനായിട്ട് വരാം, ഏത് രീതിയിലും അഭിനയിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ പൈശാചിക ശക്തികൾക്കും ദൂതന്മാർക്കും ഏതു വേഷത്തിലും പ്രത്യക്ഷപ്പെടാം, അഭിനയിക്കാൻ കഴിവുള്ളവരാണ് അവര്. അതുകൊണ്ടാണ് വിളിച്ചപ്പോൾ തന്നെ നിലവിളിച്ചു പൗലോസ് ശൗലോട്, നീ എന്നെ ചതിച്ചതെന്ത്? നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ശമൂവേൽ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവൻ ശൗലാണ്. അതുവരെ ഒക്കെ മനസ്സിലായില്ല. ഈ ശമൂവേൽ വന്നിട്ട് പ്രത്യക്ഷപ്പെടുന്നു. നീ എന്ത് കാണുന്നു ചോദിച്ചു. അപ്പോൾ ശമൂവേലിനെ വിളിച്ചു വരുത്തിയപ്പോൾ ഇവള് അത്ര വിചാരിച്ചില്ല എന്താണ് ആ രൂപമെന്നുള്ളത്. പക്ഷേ പ്രശ്ന ആത്മാവിൽ അവള് വെളിച്ചപ്പാടിൻ്റെ ആത്മാവിൽ വിളിച്ചു വരുത്തിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട രൂപത്തെ അവൾക്ക് കാണാൻ കഴിയാമായിരുന്നു. പക്ഷേ നഗ്നനേത്രങ്ങൾ കൊണ്ട് ശൗലിനോ കൂടെ വന്നവർക്ക് കാണാൻ കഴിയത്തില്ലായിരുന്നു. നീ എന്നെ ചതിച്ചെന്ന് നീ ശൗലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. രാജാവോളോട് ഭയപ്പെടേണ്ട, നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് ഒരു ദേവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കാണുന്നുവെന്ന് സ്ത്രീ ശൗലിനോട് പറഞ്ഞു. അവൻ അവളോട് അവൻ്റെ രൂപം എന്തെന്ന് ചോദിച്ചതിന് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. എന്ന് ചോദിച്ചതിന് അവൾ ഒരു വൃദ്ധൻ കയറി വരുന്നു, അവനൊരു അങ്കിയും ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ അത് ശമൂവേൽ എന്നറിഞ്ഞ് ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ഇവിടെ ഇത് കാണേണ്ടത്, ദൈവത്തിന് അകന്നു പോയപ്പോൾ ദുഷ്ടദൂതന്റെ മുമ്പിൽ ശൗൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക. അവൻ്റെ ഗതി അത്രമാത്രം അധപ്പതിച്ചു പോയി. അവൻ അത്രമാത്രം അധപ്പതിച്ചു പോകാൻ കാരണം ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടതോടു കൂടിയാണ്. ശമൂവേൽ നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകാക്ഷത്തിലായിരിക്കുന്നു, ബലസനോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഉണ്ടോ? ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, എനിക്കിപ്പോൾ രക്ഷയൊന്നുമില്ല, എന്നോട് യുദ്ധം ചെയ്യുക. ഇന്ന് നിനക്ക് യുദ്ധമില്ലായിരുന്നു? ഉണ്ടായിരുന്നല്ലോ. നീ യുദ്ധം ജയിച്ചിട്ടുണ്ടല്ലോ. അത് ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു. പ്രവാചകന്മാരെ കൊണ്ടോ സ്വപ്നം കൊണ്ടോ എന്നോട് ഉത്തരമള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. എനിക്ക് ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊണ്ടൊന്നും കാര്യം നടക്കുന്നില്ല. നീ വന്നാൽ എന്ത് കാര്യം പറഞ്ഞാണ് എന്നോട് പറയണമെന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടു
മാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? വളരെ കൃത്യമായിട്ട് ശമൂവേൽ പറയുന്ന പോലെ തന്നെ സംസാരിക്കുക. നമ്മുടെ സംശയം വർദ്ധിക്കും, ഇത് ശമൂവേൽ തന്നെയാണ് അല്ലേ? ശമൂവേൽ തന്നെ അംഗീകരിച്ചു വന്നിരിക്കുന്നു. വെളിച്ചപ്പാടത്ത് വിളിച്ചപ്പോൾ തന്നെ ദേവൻ പ്രത്യക്ഷപ്പെട്ടു, വ്യർത്ഥനാണ്, അവൻ ചോദിച്ചത് എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തില്ല. ഇതെല്ലാം സത്യമല്ല, സത്യമാണ്, സത്യമായ കാര്യമാണ്. സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവൾ പറഞ്ഞ ഇവള് വിളിച്ചു വരുത്തിയ രൂപത്തെ കണ്ടുകൊണ്ട് ഇവൾ പറയുന്ന എല്ലാം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. അത് ബോഷ്കിൻ്റെ ആത്മാവായി ആവരിച്ചതോടെ. അതേക്കുറിച്ച് ഞാൻ തെളിവ് തരാം, വായിച്ച് പറഞ്ഞിട്ട് അത് സംസാരിച്ച് തീർക്കാം. അത് വിട്ടുമാറിയിരിക്കുന്നു. യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. ഈ ശമൂവേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ ഓർപ്പിച്ചു. അത് പറയാണ്, യഹോവ എന്നെ കൊണ്ട് പറയിപ്പിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശമൂവേൽ ദാവീദിനോട് പറഞ്ഞപ്പോൾ, ദൈവത്തിന്ന് അകന്നപ്പോൾ ദുഷ്ടദൂതന്മാരിനോട് കൂടെ കൂടി ഈ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെല്ലാം മോഷ്ടിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിലെ സന്ദേശം കേൾക്കുമ്പോൾ ശമൂവേലിനോട് കൂടെ ദുഷ്ടദൂതനില്ലായിരുന്നു, ദുഷ്ടാത്മാവില്ലായിരുന്നു. എന്നാൽ ശമൂവേൽ ഇടപെട്ടതും പറഞ്ഞതുമെല്ലാം കേൾക്കുവാൻ വേണ്ടി ശൗൽ ദൈവത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ദുഷ്ടാത്മാക്കളും ദുഷ്ടദൂതന്മാരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവരുണ്ടായിരുന്നു. അത് ആരോട് സംസാരിച്ചാലോ വചനങ്ങളെല്ലാം മോഷ്ടിക്കുമായിരുന്നു. ഇതിനെയാണ് വചനത്തെ മോഷ്ടിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരുത്തൻ ആരാധനയ്ക്ക് വന്നിരുന്നാൽ അവനോടുകൂടെ വരുന്ന ചില ദുഷ്ടാത്മാക്കൾ കാണും, ചില ദുഷ്ടദൂതന്മാർ കാണും, നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇവരിത് വന്ന് മുഴുവനും മോഷ്ടിച്ചു കൊണ്ടുപോകും. അത് വെളിയിൽ പോയി കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കും. വീണ്ടും പ്രശ്നങ്ങൾ ആളിക്കത്തുവാനിടയാൻ തരും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശമൂവേൽ ശൗലിനോട് പറഞ്ഞ കാര്യമെല്ലാം ശമൂവേൽ മറന്നു പോയാലും മറക്കാതെ ഇത് മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ച ദുഷ്ടദൂതന്മാർ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇവരാണ് ഇവൾ വിളിച്ചപ്പോൾ വെളിയിൽ വന്നത്. എന്നിട്ട് പറയുകയാണ്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിന് എന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെ കൊണ്ട് പറയിച്ചതുപോലെ നിന്നോട് ചോദിക്കുന്നു പറഞ്ഞിട്ട് പറയുകയാണ്, നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അമാലോക്കിന്റെ അവന്റെ ഉഗ്രകോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് എന്നോട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാം ഇവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ തന്നെ അനുസരണക്കേടാക്കി തന്നെ ഇവർ കൂടി. അവർക്കറിയാമായിരുന്നു അധികം താമസിയാതെ ശൗല് അവന്റെ കൂട്ടത്തിൽ കൂടും, ദൈവത്തിന്റെ പക്ഷത്തു നിന്ന് മാറുമെന്ന് ദുഷ്ട സാമ്രാജ്യത്തിന് അറിയാമായിരുന്നു. എന്ന രാത്രിയിൽ ഭയത്തോടെ ഞാൻ പറയട്ടെ, സമയം മുമ്പോട്ട് പോയി എങ്കിലും ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൽ നിന്ന് അകലിൽ നിന്ന് കാണുമ്പോൾ ദുഷ്ടദൂതന്മാരും ദുരാത്മാക്കളും അടുത്തു കൂടും. നീ എവിടെ പോയാലും നിന്നോട് സംസാരിക്കുന്ന കേൾക്കുവാൻ അത് കൂട്ടത്തിൽ കൂടുവാനിടയായിരുന്നു. പ്രത്യേകിച്ച് രാജാവായിരിക്കുന്ന ശൗൽ സാധാരണക്കാരനല്ല, ഇസ്രായേലിന്റെ രാജാവാണ്. അവനെ ദൈവത്തോടു കൂടെ നിന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെന്ന് ഫെലിസ്ത്യർക്ക് മറ്റുള്ളവർ എല്ലാവർക്കും അറിയാം, ശത്രു സൈന്യത്തിന് അറിയാം. സത്യാരാധനയുടെ ഒരു ശക്തിയായി നിൽക്കേണ്ട ശൗലിനെ ഏതെങ്കിലും വിധത്തിൽ വീഴിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവനോട് കൂടെ കൂടിയിരുന്നു. ദൈവത്തെ ആരാധിക്കുന്ന സത്യാരാധനന്റെ കുടുംബമേ, രാത്രി നമ്മെ ഏതെങ്കിലും വിധത്തിൽ വീഴിക്കാൻ വേണ്ടി, വഴിതെറ്റിക്കാൻ വേണ്ടി, നമ്മുടെ കുറവുകൾ കണ്ടെത്തി നാം ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നു, വിശ്വാസം അകന്നു മാറുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ കൂട്ടം കൂടുന്ന പൈശാചിക സാമ്രാജ്യത്വമുണ്ട്. കാരണം നിന്റെ പിന്മാറ്റത്തെ വലിയൊരു അപകടമാക്കി, മരണമാക്കി മാറ്റുവാൻ വേണ്ടി ശത്രു കൂട്ടത്തിൽ കൂടും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തോട് പറ്റിച്ചേർന്നിരിപ്പീനെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഏത് കഷ്ടത വന്നാലും, ഏത് വിഷയം വന്നാലും, പ്രാർത്ഥന കേട്ടില്ലെങ്കിലും, അതേ സ്ഥാനം പോകേണ്ടി വന്നാലും രാത്രി തീരുമാനമെടുക്കണം, എനിക്കെൻ്റെ ദൈവത്തോട് മാത്രമേ സംസാരിക്കേണ്ടൂ, എനിക്ക് മറ്റൊരു മാർഗത്തിലൂടെയും ഒരു കാര്യവും അറിയേണ്ട എന്നുള്ള തീരുമാനം ദൈവമക്കൾ എടുക്കണം. എനിക്ക് ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് പൈശാചികന്റെ ആലോചനയിലൂടെ ഒരു ആലോചന കിട്ടണ്ട, അതേ തലമുറയെ തേടിപ്പോകേണ്ട. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്കൊന്നും കിട്ടിയിട്ടില്ലായിരിക്കാം, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലായിരിക്കാം, സ്വപ്നത്തിൽ സംസാരിച്ചില്ല, ഒന്നിലും നമുക്ക് ദൈവം ഒരുപക്ഷെ നമ്മളോട് മിണ്ടാതെ മൗനമായിട്ടിരിക്കുമ്പോഴും ദാവീദ് പോയില്ലല്ലോ, ദാവീദ് അന്വേഷിച്ചു പോയില്ലല്ലോ. അവൻ ദൈവഭക്തനായിരുന്നു,
ദൈവ അഭിഷേകമുള്ളവർ പോകത്തില്ല. ഏത് പ്രതിസന്ധി വരുമ്പോഴും അവരൊരിക്കലും സത്യദൈവത്തെ വിട്ടുപോകത്തില്ല. ദൈവത്തെ നകന്നകന്ന് പോകും തോറും ഈ ശക്തി കൂടും. ദൈവം പറയുന്ന വചനങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞ, ശമൂവേൽ പറഞ്ഞ വചനങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്ത് ഇവനോടുകൂടെ ദുഷ്ടദൂതന്മാർ കൂടിയിരുന്നു, ശൗലിനോട് കൂടിയിരുന്നു. ശമൂവേലിന്റെ കൂട്ടത്തിലല്ല കൂടിയത്, ശമൂവേലിന്റെ കൂട്ടത്തിൽ ദൈവാത്മാവും ദൈവിക ദൂതന്മാരും ഉണ്ടായിരുന്നത്. പക്ഷേ ദുഷ്ടദൂതന്മാർ ശൗലിനോട് കൂടെ ചേർന്നപ്പോൾ ഇവർ സംസാരിച്ചിരുന്ന വചനങ്ങൾ മുഴുവൻ ഇവർ മുഴുവൻ കോപ്പി ചെയ്തു, ഇവർ റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് വിളിച്ചു വരുത്തുന്ന ഒരു ദൂതൻ അത് പറയുക. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13-15 വാക്യങ്ങൾ വായിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് ഇവിടെ ബാക്കി ഞാൻ വായിക്കുന്നതിനുമായിട്ട് അത് പറഞ്ഞ് അതിൻ്റെ ഒരു വ്യക്തത നൽകുന്നത് നന്നായിരിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഒന്നുകൂടെ വായിക്കുമ്പോൾ ഈ വിഷയമായുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരും. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 12 മുതൽ 13 വരെ. എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും. അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. ഒരു പറയുക, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർ കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും എന്ന് പറഞ്ഞാൽ, ചെയ്തു വരുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ്. അതിൽ നിന്നൊന്നും നിന്ദിക്കാനായിട്ട് ഒരു കാര്യം പോലും പൗലോസിന് എടുക്കാനില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിന് മാറ്റമൊന്നും ഉണ്ടാക്കത്തില്ല, ഞാൻ ചെയ്തു വന്നതുപോലെ തന്നെ ചെയ്യും. രാത്രി അത് പറയാനുള്ള ഒരു പ്രാഗൽഭ്യം ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. ഈ നിന്ദിക്കാൻ വരുമ്പോൾ, നമ്മളെ കുറ്റപ്പെടുത്താൻ വരുമ്പോൾ ദാനിയേൽ മാറിയില്ലല്ലോ. ദാനിയേൽ ചെയ്തു വന്നതുപോലെ തന്നെയല്ലേ ചെയ്തത്. അതുപോലെ തന്നെ ഒരു ജീവിത വിശുദ്ധി, ഒരു ജീവിതത്തിന്റെ പ്രാഗൽഭ്യം വിശ്വാസിൽ കൊണ്ടായിരിക്കണം. പോലീസ് പറയുക, എന്നെ നിന്ദിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്ത് കളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവരെന്നെ നിന്ദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ്. ഞാൻ സത്യം തന്നെ ചെയ്യുകയുള്ളൂ. ഇനി ഇവരെന്നെ പ്രശംസിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്തു വരുന്ന സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറത്തില്ല എന്ന് തെളിച്ച് പറഞ്ഞാൽ, മീറ്റിംഗ് കിട്ടാൻ വേണ്ടി, പ്രോഗ്രാം കിട്ടാൻ വേണ്ടി, എന്തെങ്കിലും ആകാൻ വേണ്ടി ഒരിക്കലും ഞാൻ ചെയ്തു വന്നതുപോലെ അതിന് മാറ്റം വരുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് പൗലോസ് പറഞ്ഞത്. അതാണ് സത്യ ശുശ്രൂഷകന്മാർ. നമുക്ക് പ്രശംസ ഉണ്ടാകുവാൻ, വിലയും നിലയും ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടി റൂട്ട് മാറത്തില്ലെന്ന് പൗലോസ് പറഞ്ഞു. നിങ്ങൾ എന്നെ നിന്ദിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ചെയ്തു വന്നതുപോലെ തന്നെ ഞാൻ ചെയ്യും. നിങ്ങൾക്കൊരു കാരണം കണ്ടെത്താൻ സാധിക്കത്തില്ല, അതെല്ലാം ഞാൻ അറുത്ത് കളയും. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടൂറ് പിന്നീട് വായിച്ച് മനസ്സിലാക്കിയെടുത്താൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുന്ന മേലാലും ചെയ്യും, അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ എന്ന് പറയാണ്. അത് ആശ്ചര്യവുമല്ല, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇവിടെ കള്ളാപ്പോസ്തലന്മാരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ സാത്താന്റെ ശുശ്രൂഷക്കാരന്മാരായി ഈ കൊണ്ടു നടക്കുന്ന വ്യക്തികളുണ്ട്. വേഷത്തിലും ഭൂഷണത്തിലും അല്ലെങ്കിൽ സംസാരത്തിലും ഒക്കെ ഭയങ്കര സ്നേഹം കാണിക്കും. കടിച്ചു തീർന്ന ചെന്നായ്ക്കളാണെന്ന് പറയുക. ഇവിടെ യഥാർത്ഥത്തിലുള്ള ദൈവദാസന്മാർ ദൈവമക്കൾ ശാസിക്കും, ശിക്ഷിക്കും, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. പക്ഷെ മറ്റുള്ളവർ കാപട്യം കാണിക്കും, അവർ ഭയങ്കര സ്നേഹം കാണിക്കും, നിന്നെ ഭയങ്കര സ്നേഹം കാണിക്കും, ചേച്ചി എന്ന് വിളിക്കും, അല്ലെങ്കിൽ അമ്മാമ്മയെന്ന് വിളിക്കും, കൂട്ടത്തിൽ കൂടും, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറയുന്നതല്ല യേശു മൂളും, എന്തു പറഞ്ഞാലും അത് ശരിയാന്ന് പറയും. പക്ഷേ സത്യത്തിന്റെ ഉപദേശകന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റത്തില്ല. തെറ്റാണെന്ന് പറയും. എല്ലാറ്റിനും ഏസമ്മാമ എന്ന് പറയത്തില്ല, ഏസച്ചാച്ച എന്ന് പറയത്തില്ല, ഏസ അപ്പച്ച എന്ന് പറയത്തില്ല, ഏസച്ചായ എന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ വെറുതെ തർക്കിക്കുന്നല്ല എൻ്റെ അർത്ഥം. കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് സത്യത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ആര് പറഞ്ഞാലും
അത് തെറ്റാണെന്ന് മനസ്സാക്ഷിയിൽ ബോധമുണ്ടെങ്കിൽ കൂട്ടുകൂടാൻ പാടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ നല്ലവരാന്ന് പറയും. പക്ഷേ എല്ലാവരും നിങ്ങളെ പുകഴ്ത്തിയാൽ നിങ്ങൾ കള്ളന്മാരാകുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റി. കള്ളപ്രവാചകന്മാരാണ് വേഷം കെട്ടുന്നത്. അവർ തരത്തിനൊത്ത് സാഹചര്യത്തിന് അനുസരിച്ച് വേഷം മാറിക്കൊണ്ടിരിക്കും. എന്നാൽ സത്യപ്രവാചകന്മാർ ഉള്ളത് പറയും. നീ വിട്ടുപോയാലും കുഴപ്പമില്ല, ചേർന്ന് നിന്നാലും കുഴപ്പമില്ല, സ്തോത്ര കാഴ്ച തന്നില്ലേലും കുഴപ്പമില്ല, നീ ദശാംശം തന്നില്ലേലും കുഴപ്പമില്ല, നീ ഒന്നും തന്നില്ലേലും, നാളെ നീ ദൈവദാസ പാസ്റ്റർ എന്ന് വിളിച്ചില്ലേലും കുഴപ്പമില്ല, അവരൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കത്തില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ വേഷം ധരിക്കുന്നവർ അത്രേ, വേഷം ധരിക്കുന്നവരത്രേ. എന്നിട്ട് പറയാണ്, സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം. വെളിച്ചദൂതൻ നല്ലതാണ്, വെളിച്ചത്തിന്റെ ദൂതനാ. പക്ഷേ അന്ധകാരത്തിലെ ശക്തി വെളിച്ചദൂതന്റെ വേഷം കിട്ടി ദൈവത്തിന്റെ ദൂതനാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ പറയുകയാണ്, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. ഇവിടെ വേഷം ധരിച്ച് ദുഷ്ടദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ആരായിട്ടാ പ്രത്യക്ഷപ്പെട്ടത്? ശമൂവേലായിട്ട്. നന്നായ രീതിയിൽ അഭിനയിക്കാൻ പറ്റിയ, ഫാൻസി ഡ്രസ്സിന് പറ്റിയ ആൾക്കാരാണ് ഈ പറയുന്ന ദുഷ്ടദൂതന്മാർ. ആരുടെ വേഷം വേണേലും അവർ കെട്ടും. അബ്രഹാമിൻ്റെ വേണമോ, പൗലോസിനെ വേണോ, പത്രോസിനെ വേണോ, ആരുടെ വേഷം കെട്ടണമോ, അതേ പ്രശസ്തരാകട്ടെ അപ്രശസ്തരാകട്ടെ, ആരുടെ വേഷം കെട്ടാൻ വേണ്ടിയും കണി നിറയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന കപട ദൂതന്മാരുണ്ട്, കള്ള ദൂതന്മാരുണ്ട്. അങ്ങനെ വേഷം കെട്ടി വന്ന ശമൂവേലായി വേഷം കെട്ടി വന്നവൻ അതുപോലെ തന്നെ സംസാരിച്ചു. എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്നതാ. അതിനറിയാം ശമൂവേൽ സ്വസ്ഥയെ പ്രവേശിച്ചെന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. ഇത് വായിച്ചിട്ട് പലരും വിചാരിക്കും ശമൂവേലാണെന്ന്. രാത്രി ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തത കിട്ടും. ഇത് ദൈവത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന പ്രവാചനായിരിക്കുന്ന ശമൂവേലായിരുന്നില്ല. വെളിച്ചപ്പാടത്ത് വിളിക്കുമ്പോൾ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാൻ അത്ര ചെറിയവനായിരുന്നോ ശമൂവേൽ? അല്ല, അവൻ ഇസ്രായേലിന്റെ പ്രവാചകനാണ്. എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പത്രോസിനെയോ പൗലോസിനെയോ അല്ലെങ്കിൽ ആരെ വേണേലും വിളിച്ചു മുമ്പ് വരുത്തുമ്പോൾ ഇവർക്ക് വിളിച്ചു വരുത്തി നിർത്താൻ കഴിയും. പക്ഷെ വേഷം കെട്ടിയ പൈശാചിക ദൂതന്മാരാ, സാത്താന്റെ വേഷക്കാരാ, അവർ അവൻ്റെ ശുശ്രൂഷകന്മാരാ. അവർ ഏത് വേഷവും കെട്ടുവാൻ അവരെ കൊണ്ട് കഴിയും. അതുകൊണ്ട് നന്നായി വേഷം കെട്ടി പ്രത്യക്ഷപ്പെട്ട ഈ രൂപത്തെ കണ്ടപ്പോൾ വെളിച്ചപ്പാടത്തേക്ക് മനസ്സിലായി ശമൂവേലാണെന്നുള്ളത്. അതിൻ്റെ രൂപലക്ഷണങ്ങളോട് കൂടിയുള്ള കാര്യങ്ങൾ അവൻ വേഷം കെട്ടി വന്നു. അതുകൊണ്ട് അത് അവന് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായ കാര്യമാണ്. അത് നിങ്ങൾ അതിശയിക്കരുതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഭാഗം വായിച്ചിട്ട് ആരും അതിശയിച്ചു പോകരുത്. പലപ്പോഴും വായിച്ച് അതിശയിച്ചു പോയില്ലേ, ഇങ്ങനെയാണോ അങ്ങനെയാണോ, ശമൂവേൽ വന്നല്ലോ എന്നൊക്കെ അതിശയിച്ചു പോയിട്ടില്ലേ. എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചേക്കാൻ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം 13-15 വാക്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് ഇതുകൂടെ വായിച്ചിട്ട് അതിശയിച്ചു പോകരുത്. എങ്ങനെ അതിശയിച്ചു പോകാതിരിക്കുന്നത്? ഇത് മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ നമുക്കെന്നും അതിശയമായിരിക്കും, നമുക്കെന്നും അത്ഭുതമായിരിക്കും, നമുക്കെന്നും സംശയമായിരിക്കും. എന്താണ് ചോദിക്കും. പക്ഷേ ഇതിനെ തകർക്കാൻ പറ്റിയ, ഇതിനെ പരിഹാരമായിട്ടുള്ള വാക്യമാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം 13-15 അത്രയും വായിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ട് ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മരിച്ചുപോയ ഒരൊറ്റ വ്യക്തി പോലും അവരുടെ സ്വസ്ഥതയിൽ നിന്ന് വിശുദ്ധന്മാർ ഒരിക്കലും വരത്തില്ല. കഠിനയാതനയിൽ കിടക്കുന്ന ഒരുത്തനും പ്രത്യക്ഷപ്പെടത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നം വെക്കുന്ന ആൾക്കാർക്ക് ഏത് ആത്മാവിനെ വിളിച്ചു വരുത്തി വേണമെങ്കിലും വേഷം കെട്ടിച്ച് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതുപോലെ തന്നെ സംസാരിപ്പിക്കാൻ, ഭൂതാത്മാക്കളെ പ്രവേശിപ്പിച്ച് സംസാരിക്കാൻ കഴിയും. അത് സാധ്യമാകും. അതിൽ അതിശയിക്കണ്ട എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനൊരു മേഖലകളായതുകൊണ്ട് നമ്മൾ സംശയിച്ചു പോകരുത്. നിങ്ങൾ പറയരുത് അവിടെ ചെന്നാൽ പ്രവചനമില്ല, അവിടെ ചെന്നാൽ വിടുതലില്ല. പക്ഷേ വലിയ വിടുതലും വലിയ പ്രവചനങ്ങൾ നടക്കുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പൈശാചികൻ വേഷം കെട്ടി പ്രവചിക്കും, പൈശാചികൻ വേഷം കെട്ടി രോഗസൗഖ്യം വരുത്തും, പലതും വേണമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ചെയ്യും. പക്ഷേ അടിസ്ഥാനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിൻ്റെ പിന്നാലെ മാറുവാൻ. ഞാൻ ഇത്രയും രാത്രിയിൽ ഇത് പറയുന്നത്, ഈ സന്ദേശം പറയുന്നത്, ആരും അത്ഭുതം ചെയ്യട്ടെ, ആരും അടയാളം ചെയ്യട്ടെ, ആരും പ്രവചിക്കട്ടെ, ആരും ആൾക്കാരെ കൂട്ടിട്ട് എനിക്കതിന് തടസ്സമില്ല. എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അടിസ്ഥാന പ്രമാണങ്ങളെ അതിനെ തകിടം മറിച്ചുകൊണ്ട് ആരത്ഭുതം ചെയ്താലും അടയാളം ചെയ്താലും അവരുടെ കൂടെ ദൈവമില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ല. വേഷം കെട്ടുന്നവരാണ്. പെട്ടുപോകരുത്. അതുകൊണ്ട് അതിൽ അതിശയിച്ചു പോകരുത്. അപ്പം ഈ കാര്യം
ഈ കാലഘട്ടങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പണ്ടും വന്ന് പ്രാർത്ഥിച്ച് പോയി വലിയ ആൾക്കാരെയൊന്നും നമുക്ക് കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അങ്ങനെ തന്നെ പോകുന്നു. പക്ഷേ 10,000-ങ്ങളെ കൂട്ടുന്ന മഹാസമ്മേളനങ്ങൾ കണ്ടുകൊണ്ട് നീ അതിശയിച്ചു പോകരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത വെളിപ്പെടുത്തി കഴിഞ്ഞാൽ, സത്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അധികം ആൾക്കാർ കർത്താവ് ഇവിടെ വന്നു പോയിട്ട് വന്ന് കർത്താവ് സംസാരിച്ച് പോയപ്പോൾ ആകെ കിട്ടിയ 120 പേരെയാണ് കർത്താവ്. പിന്നെ പരിശുദ്ധാത്മാവ് വന്ന ശേഷം 3000 പേരെ അന്ന് ഒരുമിച്ച് കൂട്ടി. അന്ന് 3000 പേര് ഒരുമിച്ച് കൂടി ഇസ്രായേലിൽ പ്രവർത്തിച്ച സമയത്ത് പ്രവർത്തിച്ചത്. അതല്ലാതെ അങ്ങനെ വലിയൊരു മഹാകൂട്ടത്തെ ദൈവം കണ്ടില്ല. കർത്താവ് ചെറിയ ആട്ടിൻകൂട്ടമായി ഭയപ്പെടേണ്ടെന്ന കർത്താവ് പറഞ്ഞത്. വലിയൊരു കൂട്ടത്തെ ഒന്നും വലിയൊരു മഹാ ചർച്ചൊക്കെ ഇനി ഉണ്ടാക്കുന്നത്, എനിക്കതേക്കുറിച്ച് ഒരുമിച്ച് താമസിക്കുന്നിടത്ത് ഒന്നായിട്ട് താമസിക്കുന്ന വലിയ കോർപ്പറേഷനുകളൊക്കെ വലിയ കൂട്ടായ്മ വരാം. പക്ഷേ ഒരു ഗ്രാമത്തിൽ പോയി മീറ്റിംഗ് തുടങ്ങിയിട്ട് അവിടെ കൂട്ടായ്മ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ അത്രമാത്രം ദൈവാത്മാവിടെ പ്രവർത്തിക്കണം. ഞാനിവിടെ പറയുന്നത്, ഇപ്പം നിങ്ങൾ പോയിരിക്കുന്ന ഒരു സാധാരണ ഒരു സഭയിൽ വേണമെങ്കിൽ അവിടെ കെട്ടിടം വെച്ച് കാണും, കാര്യങ്ങൾക്ക് മാറിക്കാണും, കുറച്ച് ആത്മാക്കളൊക്കെ വന്ന് കാണും. പക്ഷെ അല്ലാതെ ആ പഞ്ചായത്തിൻ്റെ സ്ഥിതി സ്ഥിതി അനുസരിച്ച് വലിയൊരു കൂട്ടമൊന്നും അവിടെ കാണത്തില്ല. കാരണം അത് ഒരു ദൈവാത്മാവിൽ കടന്നു പോകുന്നതാണെങ്കിൽ അതിനൊരു കണക്കും കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് പോവുകയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാം ദൈവികമാണെന്ന് പറഞ്ഞു പോകരുത്. ദൈവവചനത്തിന് അടിസ്ഥാന ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തുന്ന ഏതെങ്കിലും കാര്യം ചെയ്തിട്ട് ആരെങ്കിലും ആളെ കൂട്ടിയാൽ അവിടേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരരുത് എന്നാണ് ഞാനിവിടെ പറഞ്ഞത് അർത്ഥം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ വിശ്വാസം വിട്ടു തരികയാണ്. അത് എനിക്കെൻ്റെ സബ്ജക്റ്റില്ല. ഞാൻ ആരും യേശുവിനെ പ്രസംഗിക്കട്ടെ, ആര് പ്രസംഗിച്ചാലും സന്തോഷമുള്ളൂ. അത് ഏത് ജാതിക്കാൻ, ആര് ക്രിസ്തുവിനെ പ്രസംഗിച്ചാലും രക്ഷകനെ പ്രസംഗിച്ചാൽ സന്തോഷമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെളിച്ചദൂതന്റെ വേഷം കെട്ടി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശമൂവേലാണെന്ന് മനസ്സിലാകത്തക്കവണ്ണം, അതുപോലെ തന്നെ ഇവള് തന്നെ പേടിച്ചു പോകത്തക്കവണ്ണം ഉള്ള കാര്യങ്ങളാണ് കണ്ടത്. അത് പറയുകയാണ്, നീ യഹോവയുടെ കൽപ്പന കേട്ടില്ല, അതുകൊണ്ട് അവന്റെ നുഗ്രഹോപം നടത്തിയതുമില്ല. അതുകൊണ്ട് യഹോവ ഈ കാര്യം ഇന്ന് നിന്നോട് ചെയ്തിരിക്കുന്നു. യഹോവ നിന്നെയും ഇസ്രായേലിനെയും പലസ്തീന്റെ കയ്യിൽ ഏൽപ്പിക്കും. നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെ ആകും. ഇസ്രായേൽ പാളയത്തെ യഹോവ പലസ്തീന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു. വരാൻ പോകും ഭാവിയെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സംഭവിക്കുമെന്നുള്ളത് ഈ ദുഷ്ടപിശാചിന് അറിയാമായിരുന്നു, സാത്താൻ അറിയാമായിരുന്നു. ദൈവത്തിൽ നിന്ന് വിട്ടുപോയവനെ ദൈവം കൈയൊഴിഞ്ഞിരിക്കുന്നു. അവൻ അവിടെ ഗിൽബോവ പർവ്വതത്തിൽ വീണ് മരിക്കണം, അവൻ്റെ മക്കളും ഇല്ലാതാകുമെന്നുള്ളത് ദൈവം നിശ്ചയിച്ച യുദ്ധമായതുകൊണ്ട് അത് വിളിച്ചു പറഞ്ഞു ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണെന്ന്. അതാണ് അവിടെ വിളിച്ചു പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇന്ന് രാത്രിയിൽ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ദൂതന് വിരാമം ഇടാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു, യഹോവ നാളെ നീയും നിന്റെ പുത്രന്മാരും എന്നോട് കൂടെയാകും. ഇസ്രായേൽ പാളയത്തെ യഹോവ പലസ്തീന്റെ കയ്യിൽ ഏൽപ്പിക്കും. പെട്ടെന്ന് ശൗൽ നെടുനീളത്തിൽ വീണു. ശമൂവേലിന്റെ വാക്കുകൾ നിമിത്തം ഏറ്റവും ഭയപ്പെട്ടു പോയി. അവനിൽ ഒട്ടും ബലമില്ലാതായി. ഞാനത് മുമ്പോട്ട് പോകുന്നില്ല. അവൻ കേൾക്കാൻ വന്നത് വിടുതലിന്റെ സന്ദേശം കേൾക്കാനാണ് വന്നത്. പക്ഷേ പിശാച്, സാത്താൻ വേഷം കെട്ടി വന്നവൻ ഉള്ളതങ്ങ് പറഞ്ഞു. കാരണം ഇനി അവന് മടങ്ങിപ്പോകാൻ പാടില്ല. അവൻ മടങ്ങിപ്പോക്കില്ല. അവൻ്റെ പക്ഷത്ത്, അവൻ്റെ നാശത്തിലേക്ക് പോയി. അവൻ നാശത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് പോയി. പറഞ്ഞു, നീ നാളെ എന്നോടുകൂടെ ചേരുമെന്നതിൻ്റെ അർത്ഥം ശമൂവേലിൻ്റെ കൂടെ ചേരുമെന്നല്ല പറഞ്ഞത്, നീ മരിച്ചു പോകും. എന്നെ നീ വിളിച്ചല്ലോ. അവൻ പറയുമ്പോൾ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ വേഷം കെട്ടി വന്ന് സംസാരിച്ചതാ. വേഷം കെട്ടി വന്ന് സംസാരിച്ചവൻ അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിൽ, അവൻ പറയുന്നത് മുഴുവൻ ശമൂവേൽ പറഞ്ഞ പോലെ പറഞ്ഞെങ്കിൽ, അല്ലാതെ പിന്നെ അവൻ എങ്ങനെയാ സംസാരിക്കുന്ന? ഒരു ഡോക്ടറുടെ വേഷം കെട്ടുന്ന ഒരു ആള് ഡോക്ടറെ പോലെയല്ല സംസാരിക്കേണ്ടത്. നേഴ്സിന്റെ വേഷം കിട്ടുന്ന ഒരു നടി നേഴ്സിനെ പോലെയല്ല അഭിനയിക്കേണ്ടത്. വേറെ ആരെ പോലെ സംസാരിച്ചാൽ അതിന്റെ അഭിനയം കൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. ഒരു നേഴ്സ് എങ്ങനെ അഭിനയിക്കുമോ, ഒരു ഡോക്ടർ എങ്ങനെ അഭിനയിക്കുമോ, ഒരു ഭർത്താവ് എങ്ങനെ അഭിനയിക്കുമോ, അല്ലെ എങ്ങനെ ജീവിക്കുമോ, എന്താണോ യഥാർത്ഥമായിട്ടുള്ളത്, അതിനേക്കാൾ വേണമെങ്കിൽ ഒരു 10-100 ഗ്രേഡും കൂടി വേണമെങ്കിൽ അഭിനയിക്കും. പ്രിയപ്പെട്ടവരെ, ശമൂവേൽ വന്നാൽ പോലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു. പക്ഷേ വേഷം കെട്ടി വന്ന ദുഷ്ടദൂതൻ അതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ അവൻ മനസ്സിലായി നാശമാണെന്നുള്ളത്, മടങ്ങിപ്പോക്കില്ല എന്നുള്ളത്. നാശം അവൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവം ഉപേക്ഷിച്ചു. ഇന്ന് രാത്രി എന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം അവിടെ അവസാനിപ്പിക്കുമ്പോൾ നാം അതിശയിച്ചു പോകരുത്. ഇതൊന്നും കണ്ട് അതിശയിച്ചു, അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഇങ്ങനെയുള്ള പ്രവചനങ്ങളോ ഒന്നും കണ്ട് അതിശയിച്ചു പോകരുത്. മരിച്ചുപോയ ഒരൊറ്റ ആത്മാവ് പോലും മടങ്ങി വരത്തില്ല. എന്നാൽ അവരുടെ വേഷത്തിൽ ആരെ വേണമെങ്കിലും പൈശാചിക സാമ്രാജ്യത്തിന് അതിൻ്റെ രൂപത്തിൽ വെളിയിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ദൈവം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അനേകരുടെ സംശയങ്ങൾ മാറി ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ നിവാരണങ്ങളോ ആവശ്യമാണെങ്കിൽ
നിങ്ങൾക്കത് ചോദിക്കാം എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊണ്ട് ദൈവകരങ്ങൾ നമുക്ക് ദൈവത്തിന് സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. സംശയങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിവസങ്ങളിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം, അവനെ മാത്രം നമസ്കരിക്കാം. സത്യ ഉപദേശം കേട്ടുകൊണ്ട് മുഖസ്തുതിയും ചക്രവാക്കും പറഞ്ഞ് വഞ്ചിക്കുന്നവരെ കണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടുവാനല്ല, അവരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നവരാണ്. ഞാൻ പറഞ്ഞൊരു ഡോക്ടർ ജീവിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ അഭിനയിക്കുന്ന ഒരാൾ വേണമെങ്കിൽ നന്നായി കാണിക്കും, തിരിച്ചറിയാൻ കഴിയത്തില്ലായിരിക്കും, പക്ഷേ ഡിഗ്രി കാണത്തില്ല, യാഥാർത്ഥ്യമായിരിക്കത്തില്ല. അതുപോലെ സാത്താനും അവൻ്റെ ദൂതന്മാരും വെളിച്ച ദൂതൻ്റെ വേഷം കെട്ടും അവൻ്റെ ശുശ്രൂഷക്കാർ ദൈവത്തിൻ്റെ ദാസന്മാരുടെ വേഷം കെട്ടി അഴിഞ്ഞാടുന്ന ഒരു ആത്മീയ മണ്ഡലമുണ്ട്. അതുപോലെ പൈശാചിക മണ്ഡലത്തിലും അതിനെ വെളിപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് അതിശയിച്ചു പോകരുത്, അത് സാധ്യമാണ് എന്ന് ദൂത് വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ മനുഷ്യൻ മരിച്ചാൽ എവിടെയെന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്നുകൂടി ഒരിക്കൽ കൂടി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു. ഇവിടുന്ന് ശ്വാസം വിട്ടു കഴിഞ്ഞാൽ അകത്തെ മനുഷ്യൻ രൂപമുണ്ട്. അത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ദൈവം ആക്കിയിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു ശക്തിക്കും വെളിയിൽ കൊണ്ടുവരാൻ കഴിയത്തില്ല. എന്നാൽ ആരുടെ വേഷത്തിൽ വേണമെങ്കിലും വെളിച്ചദൂതന്മാർക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ആരുടെ സ്വഭാവങ്ങൾ വേണമെങ്കിലും വിളിച്ചു പറയാൻ കഴിയുന്ന ഭൂതാത്മാക്കൾ ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചരിത്രങ്ങളൊക്കെ പറയാൻ അതിന് കഴിയും. എന്നാൽ ദൈവവചനത്തിൽ നാം വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വചനം അത് സത്യവചനമാണ്. അതൊരിക്കലും വേഷം കിട്ടുന്നല്ല, ഉള്ളതുപോലെ യഥാർത്ഥമായി പറഞ്ഞു തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ആശ്വാസം ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടത്തില്ലെങ്കിലും മുറിക്കുന്ന ദൈവം മുറിവ് കിട്ടുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മെ മുറിക്കും. ചിലപ്പോൾ വചനം നമ്മളെ മുറിച്ചെന്നിരിക്കാം, പ്രവചനം നമ്മളെ മുറിച്ചെന്നിരിക്കാം. അത് നമ്മളെ മുറിവ് കിട്ടുവാൻ വേണ്ടിയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മളെ മുറിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ശുശ്രൂഷകളിൽ നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരോട് നിങ്ങൾ കോപിക്കരുത്, അവരോട് നിങ്ങൾ വൈരാഗ്യം പിടിക്കരുത്. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് ആ മുറിച്ചെങ്കിൽ പോലും സാരമില്ല. ആ മുറിവിനെ ഏറ്റെടുക്കുക. ദൈവത്തോട് പറഞ്ഞ നിന്റെ വിഷയങ്ങളെല്ലാം ദൈവത്തോട് നമ്മളോട് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും വേണമെങ്കിൽ നമ്മളെ കുത്തി തോന്നിച്ചാലും ദൈവത്തോട് പറഞ്ഞ കർത്താവേ, നീ എല്ലാം അറിയുന്നല്ലോ, എന്നെ ഏതിൽ നിന്ന് വിടിവിക്കാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് രാത്രി സമ്പൂർണ്ണമായി നമുക്ക് ജീവൻ നമ്മളെ രക്ഷിച്ച ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അവനെ മാത്രം നമസ്കരിച്ച് ആരാധിക്കാം. മരിച്ചുപോയ ഒരൊറ്റ ആത്മാക്കൾ പോലും ഭൂമിയിൽ പ്രത്യക്ഷപ്പെടത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതല്ലാതെ വെളിച്ചപ്പാടന്മാർക്കും മന്ത്രവാദികൾക്കും മറ്റാർക്കും തന്നെ അവരെ വെളിക്കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന ദൂതും വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.